സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്വർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. എനിക്ക് കുറ്റിയിട്ട് കഴിക്കുന്ന ശീലമുണ്ടേ, അതുകൊണ്ട്. ഓക്കെ. താനെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ വേണോ? എനിക്ക് തരൂ. ഒരു ഊള ഫിഗർ വന്നാലേ കൊടുക്കുമല്ലോ, അപ്പൊ ഇത്ര നല്ല ഫിഗർ വന്ന് അങ്ങനെ കൊടുക്കാതിരിക്കുക. താൻ അബ്രോഡിൽ നിന്നാണോ വരുന്നത്? എങ്ങനെ മനസ്സിലായി? ബാഗ് അബ്രോഡിൽ നിന്നാ വരുന്നത്. അമ്മേ, അതൊരു രക്ഷയില്ലാത്ത കോമഡി ആയിപ്പോയി. ഒരു ബിയറിന് ഒരു കോമഡിയാണതോ ഇടയ്ക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കോ? ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ചെന്നൈ ഭാഗത്തേക്കൊന്നും വരാൻ നിൽക്കരുത്. നിങ്ങളും ഹോട്ടാണ്, ചെന്നൈയും വളരെ ഹോട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. എന്താ? നോക്കി. സോറി. താങ്ക്സ്. എന്തിന്? താങ്ക്സ് തനിക്കല്ലേ, എഞ്ചിന്റെ ഡ്രൈവറിന്. നിന്നെ കാണാൻ മധുരം തുളുമ്പും, നിന്നെ കാണാൻ മധുരം തുളുമ്പും, നിന്നെ കാണാൻ മധുരം തുളുമ്പും, തുളുമ്പിടുമോ തുളുമ്പിടുമോ തുളുമ്പിടുമോ. കേടി 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 ഇവൻ പക്ക ലോക്കൽ കേടി. എന്റെ മനസ്സിൽ കുടിയിരിക്കും ഇവൾ എന്റെ റാണി കാമാക്ഷി. മൈൻഡിലെ മയക്കി എന്നെ കുടിയിരുത്തി ജീവൻ നിലച്ചു പെണ്ണെ. കണ്ണിൽ കുളിർമയേകി പെണ്ണെ, എന്തിന് വേണം തൊല്ലൈ? ടേക്ക് ഇറ്റ് വൺ സിമ്പിൾ വൺ എപ്പോഴും ഫ്ലോപ്പ് ആകില്ല. മനസ്സിലെ തുടിപ്പ് കേട്ട് കേട്ട് ഓട് ഓട് നീ ഓട്. ആനെ തേനെ നീയല്ലോ ഇത്. മനസ്സിലെ തുടിപ്പില് കേട്ടോ കേട്ടോ നീയല്ലോ ഇത്. ഓടാ നീ എന്നും രാജാവാകില്ല. രണ്ട് ഫിഗർ നീ വന്നോ നീ. അയ്യോ, മനസ്സിൻ മിന്നൽ കേൾക്കാൻ നീ വന്നില്ല. അയ്യോ, ഇനി ജീവിതമാകെ തലയിൽ കൊട്ട്. മനസ്സാലേ തൊടുപിട ചാഞ്ചാട്ടം, എന്നാലും മനസ്സിന്റെ ചാഞ്ചാട്ടം. വന്നു നീ ഹൃദയം തകരാനായി, വന്നോളൂ എന്നോ എങ്ങോളം. 1000 കഥകൾ ചൊല്ലിയിടാം, വന്നോളൂ മനസ്സിൻ ചാഞ്ചാട്ടം. ഇനി വേണം നിന്നിൽ സിന്ദൂരം, നിന്റെ ജനം എന്റെ ജനം. ഈ ജീവിതമാകെ മനസ്സിന്റെ ഉള്ളിൽ നിന്റെ കൈ വൈ വൈ. ആ ടയറിനടിയിൽ നാരകമായി മാറിപ്പോകും ചങ്ങായി. കൊച്ചു കൊച്ചു ദേഷ്യം പോലെ വന്നു നിന്നു ചങ്ങാതി. മാറി മാറി അങ്ങടും ഇങ്ങടും കടല പോലെ വന്നു വന്നു. നിന്നെ പോലെ സ്നേഹം എന്നും അങ്ങോട്ട് ഇങ്ങോട്ടെന്നും വന്നു. ഞാൻ നീ വന്നു പറഞ്ഞു, നിന്റെ കഥവ് തുറന്ന് പറഞ്ഞു. ഇപ്പോ ബെമാനിയാന, ഇപ്പോ ബെമാനിയാന. തുളുമ്പിടുമോ ഇവനൊറ്റ പയ്യ, തുളുമ്പിടുമോ ഇവനൊറ്റ പയ്യ. തുളുമ്പിടുമോ വാങ്ങാൻ പോയി. തുളുമ്പിടുമോ തുളുമ്പിടുമോ തുളുമ്പിടുമോ. എല്ലാമെല്ലാം കണ്ടാൽ സന്തോഷമേ എന്നെ. എല്ലാമെല്ലാം കണ്ടാൽ സന്തോഷമേ. അതിലെന്നെ കാണാൻ എന്നും ഞാനും വന്നേ. പോലീസ് എന്നും എന്നും All are my friends, no problem. എന്താടോ നട്ടപ്പാതിരാക്കി രണ്ടെണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ? സർ, രണ്ടല്ല സർ, അവിടെ ആളെ വെയിറ്റ് ചെയ്യാൻ നോക്കി. സാറേ കുറച്ച് തിരക്കുണ്ട്, നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. ഓക്കെ സാറേ, അവൻ നമ്മളെ കളിയാക്കിട്ട് പോവാ. ആണോടോ? ഷൂട്ട് ചെയ്യവനെ, ഷൂട്ട് ചെയ്തേക്കട്ടെ. ഒന്നും നോക്കണ്ട. ഷൂട്ട് ചെയ് സാറേ, ഷൂട്ട് ചെയ് സാറേ, ഷൂട്ട് ചെയ്യവനെ. ന്യൂ ജനറേഷൻ പിള്ളേരെ അടിച്ചു പൊളിക്കുക, അത് മനസ്സിലാക്കാതെ ഷൂട്ട് ചെയ്യ സാർ, ഷൂട്ട് ചെയ്യ സാർ. അതാ ഷൂട്ട് ചെയ്തത്.
മമ്മി. ഏയ് അയ്യോ, കാലത്തിന് മനുഷ്യനെ വെറുപ്പിക്കാനായിട്ട് നിൽക്കതേ വരുന്നു. കാലത്ത് എഴുന്നേറ്റ് സൺറൈസ് കാണുന്നു മക്കളെ. അമ്മേ, വീട്ടിലൻ വെയില്. നമ്മൾ ലേറ്റ് ആയതാണോ സൺ നേരത്തെ വന്നതാണോ ദൈവത്തിനറിയാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. എന്താ സാർ എഴുന്നേറ്റോ? നീ വല്ലതും കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കാമേ. പല്ല് തേക്കാൻ മറന്നിട്ടുണ്ടാവുമല്ലോ. ഏയ് എടാ, എന്തു പറ്റിയടാ? ഇതുകൊണ്ടൊക്കെ തന്നെ നിന്നെ വേഗം കല്യാണം കഴിപ്പിക്കണം എന്ന് പറയുന്നേ. എന്നിട്ട് അവളെ വന്നിട്ട് പല്ലേപ്പിച്ചു തരുമോ? ഏയ് അവള് നിന്നെ കാലത്ത് എഴുന്നേപ്പിക്കും, എല്ലാ കാര്യങ്ങളും. നമ്മൊന്ന് ഫോൺ വെച്ചിട്ട് വെറുതെ കാലത്ത് എഴുന്നിട്ട് കൊണവണാന്ന് വെറുതെ. എന്താടാ രാവിലെ ഭയങ്കര ദേഷ്യത്തില്? പ്രിയ, നിന്റെ ഹസ്ബൻഡ് ജെഡിയുടെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ മെക്കാനിക്കൽ പിള്ളേരെ മുഴുവൻ മാറ്റണം. എന്തു പറ്റി? നിന്റെ സ്വഭാവം വെച്ച് ഏതെങ്കിലും പെണ്ണിനെ വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടാവും. അവളെ മെക്കാനിക്കലിലേക്ക് മാറ്റിയോ? അതിനുള്ളത് വൈറലായോ? ഇതൊക്കെ എല്ലാ ആഴ്ചയും നടക്കുന്നതല്ലേ? ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഇത്രയും പിള്ളേരുണ്ടായ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നീ കൈ നീട്ടിക്കേ, ഞാൻ നോക്കട്ടെ. ആ, ഇതൊക്കെ അറിയോ? എന്താടാ ഇത്? രേഖയൊന്നും കാണുന്നില്ലല്ലോ. നിനക്കൊന്നും സെറ്റ് ആവില്ലടാ. എന്താ നടക്കുന്നേ? എന്താ നടക്കുന്നേ? വായി നോക്കി ജോലി നോക്കടാ. സൈലമില്ലാത്തവന്മാര്. ദേ ഒരുത്തൻ എല്ലാം നശിപ്പിച്ചോളൂ. അതെ, ജയ് എവിടെ? ജയ് എവിടെ? ജയ് എവിടെ? ജെഡി എവിടെ? ജെഡി എവിടെ? ജെഡി എവിടെ? ആളക്കളിയേക്കാ ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ മത്തക്കണ്ണിൽ കാണുന്നില്ലേ? ജയ് എവിടെ? സർ, ഇപ്പം ജസ്റ്റ് എഴുന്നേറ്റ് കാണത്തേ ഉള്ളൂ. ഓഹോ, അപ്പൊ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഓഫീസിൽ വരുന്നവരൊക്കെ പൊട്ടന്മാര് അല്ലേ? ഇങ്ങനെ എന്തിനാ വെറുതെ 7 മണിക്ക് എഴുന്നേപ്പിക്കുന്നേ? ഞാനെങ്ങനെ എണീപ്പിക്കാനാ? ഇങ്ങേര് തന്നെ എഴുന്നേറ്റ് കോഫി ഇട്ട് എന്നെ വിളിക്കുന്നേ. അതെ പൊന്നു ഭാര്യേ, ഫാമിലി രഹസ്യങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചേക്കണം, ഇവിടെ പറയരുത്. ഓക്കെ ഓക്കെ ഭർത്താവ്. എന്തോക്കെ ഭർത്താവ്? ജയ് വന്ന എന്റെ ക്യാബിൽ ഒന്ന് കാണാൻ പറയണം. Okay. എന്ത് വായി മുളിച്ചിരിക്കാ? ഇവിടെ ക്യാബ് നടക്കുന്നുണ്ടാ? കുറച്ച് സൗന്ദര്യം കിട്ടത് കഷ്ടായി പോയല്ലോ. അവളുടെ ഒക്കെ ഒരു നോട്ടം കണ്ടില്ലേ? ഹായ്ഡാ. ഹായ്. ഹായ് ഡാർലിംഗ്. ഏയ്, നീ എന്ത് ചെയ്യുന്നേ? എന്താടാ രാത്രി ഓവർബോർഡ് പോയെന്ന് തോന്നുന്നു. ഫോണിൽ വിളിച്ച് പ്രപ്പോസ് ഒക്കെ ചെയ്തല്ലോ. ആഹാ. എന്താ പ്രപ്പോസ് ചെയ്തോന്നാ? ഓടി. ഡാ, ഇന്നലെ നീ കൂടെ ഉണ്ടായിരുന്നല്ലേ? പറഞ്ഞു കൊടുക്ക. ആക്ച്വലി ഇവനോടാണ് ചോദിക്കുന്നത്. ഒരു ദിവസം ഒരു ബോധവും ഇല്ലാതെ ഇവന്റെ അഡ്രസ് വരെ എന്നോടാ വിളിച്ചു ചോദിച്ചേ. കുടിച്ചിട്ട് നീ എന്നോട് വേറൊരു കാര്യം ചോദിച്ചല്ലോ, ഓർമ്മയുണ്ടോ? മുറുക്കോ ചിപ്സോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ചിപ്സ് അല്ല പ്രിയ, കിസ്. എന്താ കിസ് ചോദിച്ചെന്നാ? എന്തിനാണ് വെറുതെ കള്ളം പറയുന്നത്? പിന്നല്ലാതെ ആണുങ്ങളായി നേരിട്ട് ചോദിക്കണം, ഫോണിലാണോ ചോദിക്കുന്നത്? എന്താ പറഞ്ഞേ? ആണാണെങ്കിലോ? ഡേ, എനിക്ക് അതിനെ സംശയം ഉണ്ടെങ്കിലേ ഡാർലിങ്ങിന്റെ അടുത്ത് ചോദിക്കാം. അത്രക്കാരനാണോടാ നീ? അങ്ങനെയാണെങ്കിൽ ഞാൻ തരും. ശരിതാ, നോക്കട്ടെ. തരും. തന്നു നോക്ക്. എന്താണ് ഇവിടെ നടക്കുന്നത്? ശരിക്കും തരും. തന്നേ നോക്കട്ടെ. ഐഡി കാർഡ്. ഞാൻ വിചാരിച്ചത് ഇവിടെ പോയി. ക്യാബിലേക്ക് വരാൻ പറഞ്ഞിട്ട് എന്താ വരായിരുന്നേ? ആരും എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഡാ വെള്ളപ്പന്നി, നീ ഇവിടെ പറഞ്ഞില്ലേ? റൊമാൻറ്റിക് സീൻ നടക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ് കൊച്ചായിട്ട് പറഞ്ഞാ മതി. അതെന്തായാലും നല്ല ഐഡിയ. അടുത്ത പ്രാവശ്യം മുതൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ പോയി നിന്റെ കയ്യും കഴിഞ്ഞാൽ തല്ലിയൊടിക്കും. നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, നമ്മൾ ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു നമ്മൾ ചെയ്തില്ല? അതല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇന്നലെ ഈവനിങ് ചെയ്തില്ല. എന്നിട്ട് പറയാതിരുന്ന എന്താ? മെയിൽ അയച്ചിരുന്നു. എന്നാ മെയിൽ അയച്ചാലും പറയണ്ടേ? വാട്സാപ്പിൽ അയച്ചിരുന്നു, കണ്ടില്ല? അയ്യോ, വാട്സാപ്പിൽ അയച്ചത് പറയാതിരുന്ന എന്താ? ഇനി അതിന് പുതിയ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞാൻ നീ അയച്ചേക്കാം. കളിയാക്ക? ഈ കമ്പനിയുടെ ഓണറേ അമേരിക്കക്കാരനൊന്നല്ല. നിനക്ക് വേണ്ടി ബാറും തുറന്നു വെച്ചിട്ടില്ല. കറങ്ങി നടന്ന് കുടിച്ച് ഇവിടെ തോന്നിയ ദിവസം കാണിക്കാൻ. അല്ല, എന്തിനിപ്പോ ഇങ്ങനെ ടെൻഷൻ ആവുന്നു? നമുക്ക് നല്ല തണുത്തൊരു എന്നെ beer വിടടാ. എടുത്ത് ദേ എല്ലാരും കേട്ടോ, ഞാൻ നിങ്ങളെ ടീം ലീഡറാ. നിങ്ങൾ എല്ലാവരും എന്നെ ബഹുമാനിക്കണം. ഗുഡ് മോർണിംഗ് ജെഡി.
അയ്യോ, ശബരിമലയിൽ ശരണം വിളിക്കുന്നവനെ ഇവിടെ കൊണ്ടിരുത്തിയാൽ ഇതായിരിക്കും അവസ്ഥ. എന്താ ഇത് ജെഡി, കൊച്ചു കുട്ടികളെ പോലെ കാം ഡൗൺ. നിന്നെ കാണുമ്പോഴാണ് എന്റെ കരച്ചില് കൂടുന്നത്. നീ അവിടെ പോയിരുന്നേ ചെല്ല്. വീട്ടിലേക്ക് വെക്കാൻ നീ അവിടെ കിടന്ന് എന്ത് കാണിക്കുവാടാ? ഓൺ ചെയ്തോണ്ടിരിക്കാൻ എന്തോണാക്കാൻ? നീ സിനിമ കാണാണെന്ന് അറിഞ്ഞൂടെ? എന്റെ പൊന്നോട് തന്നെ തണുപ്പില്ലല്ലോ. സൂപ്പർ ക്യാച്ച്. ഇപ്പൊ ബിയറിന്റെ വാല്യൂ മനസ്സിലായോ? താങ്ക്സ്. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ഒരു ഫോൺ നമ്പർ പോലും തരാതെ നീ മുങ്ങിയില്ലേ? അത് പിന്നെ ഞാൻ തരണമെന്നാ വിചാരിച്ചത്. പക്ഷെ അതിനു മുൻപ് എന്റെ സ്ഥലം എത്തിപ്പോയി. ഞാൻ തന്നെ എഴുന്നേപ്പിച്ച പിന്നെയും വല്ലതും നടന്നാലോന്ന് വിചാരിച്ച മിണ്ടാതങ്ങ് പോയെ. ഓഹോ, അല്ല, തന്റെ പേരെന്താ? നീ ശരിക്കൊരു ഫ്രോഡ് ആണല്ലോടാ. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണല്ലേ? അതെങ്ങനെ? ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ? തൃശ്ശൂർ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. അതിലൊരു പെങ്കൊച്ചുണ്ടാവും, അവളുടെ അടുത്ത് സംസാരിച്ച് പരിചയപ്പെടാം, ബിയർ അടിക്കാം, കിസ് അടിക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ യാദൃശികമായല്ലേ കണ്ടത്. ശരി, അത് പോട്ടെ. എവിടെയാ നീ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഓ, ഒറ്റയ്ക്കാണോ താമസം? 2 വർഷമായിട്ട് അങ്ങനെ തന്നെ. ഓ, അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ? എന്താ അങ്ങനെ ചോദിച്ചേ? നല്ലൊരു ഓഫീസിലാണ്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 1.5 ലക്ഷം സാലറിയും വാങ്ങുന്നുണ്ട്. ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റും. അത് അല്ല, ഇതിനെ ശരിക്കും നോണ പറഞ്ഞ പോലെ തോന്നിയ. നീ കുക്ക് ചെയ്യാറുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. നീ എന്താണ് ശമ്പളത്തെ കുറിച്ചൊക്കെയാണല്ലോ പറയുന്നത്? ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ ഒരു മാറ്റമില്ല മോനെ നിനക്ക്. ഇങ്ങനെ ആയിപ്പോയില്ലേ? കല്യാണം കഴിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അതോ ട്രെയിനിൽ ഇങ്ങനെ കറക്കാണോ? ഹലോ, എന്നെ കുറിച്ച് എന്താ ആലോചിച്ചിരിക്കുന്നത്? എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. പക്ഷെ വീട്ടിൽ പെണ്ണ് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തന്നെ പോലെ ചിരിച്ച് സംസാരിക്കുന്ന സുന്ദരികൾ കിട്ടുന്നില്ലെന്നേ. തന്റെ കാര്യം എന്താ? എനിക്കും കല്യാണം നോക്കുന്നുണ്ട്. ഓ, സൂപ്പർ. നമുക്ക് കല്യാണം കഴിച്ചാലോ? ആൽബർട്ട് ജയ് എന്ന ഞാൻ, ജനീലിയ എന്ന നിന്നെ ജീവിതത്തിന്റെ അവസാനം വരെ ഭാര്യയായി സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഇതിനാൽ. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം വരെ എത്തിച്ചിരിക്കുക. ഫാദർ സ്വയം ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നൈസായിട്ട് വളയ്ക്കാൻ നോക്കാണോ അത്? ജെഡി, അവ ഫാദറിനെ കളിയാക്കുന്നുണ്ടില്ലേ? അത് നീയാ പറയേണ്ടത്. ഞാനോ? ഫാദർ, എന്റെ മരണം വരെ ഇവിടെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അതുപോരെ? അയ്യോ, ഞാൻ ഉള്ള കണ്ട ഭജന മുഴുവൻ ഇരുന്ന് ഷഷ്ടി വ്രതമൊക്കെ എടുത്ത് ജയവേലെന്ന് പേരിട്ടവനല്ലേ. അതിന്റെ പകുതി പേര് കട്ട് ചെയ്തടി അവൻ. അയ്യോ, ആൽബർട്ട് പോലും ആൽബർട്ട്. നിനക്ക് കൺഗ്രാറ്റുലേഷൻസ്, മൈ സിംപതീസ്. ഇരുവരും പരസ്പരം ഹൃദയം കൈമാറിക്കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബാൽക്കണി സൂപ്പർ ആയിട്ടുണ്ടടാ. ഈ ബെഡ്റൂമിന് വേണ്ടിട്ടാ ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് തന്നെ. എന്നാ ശരിക്കും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലേ? അല്ല, സെക്കൻഡ് നൈറ്റ്. സേഫ്റ്റിക്ക് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ കയ്യില്?
സേഫ്റ്റിക്കാ. മനസ്സിലായില്ലേ? ഗ്ലൗസ്. ഗ്ലൗസോ? നമ്മളെന്താ ബോക്സിംഗ് ആണോ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണമായിന്ന് വെച്ച് നെക്സ്റ്റ് മന്ത് തന്നെ കൺസീവ് ആയി ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിട്ടാണോ? എന്താ പറഞ്ഞു വരുന്നത്? മിക്കവാറും എല്ലാരും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരാ. നമ്മൾ പെട്ടെന്ന് മീറ്റ് ചെയ്ത് കല്യാണം കഴിച്ചവരല്ലേ. ഐ വാണ്ട് അറ്റ്ലീസ്റ്റ് 5 years ടു ലവ് യു, ടു എൻജോയ് ലൈഫ് വിത്ത് യു. അത് കഴിഞ്ഞിട്ട് കുട്ടികളാവുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. 5 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞാ? 5 വർഷത്തിന് ശേഷം എന്റെ വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാ? സ്പെയർ പാർട്സ് ഒന്നും മാറ്റി കിട്ടുന്നില്ലേ? വണ്ടി മാറ്റാമല്ലോ. എടി പിശാശേ. ശരി, നമുക്ക് നാളെ മുതൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്താ ചെയ്യാം? ഇപ്പൊ തൽക്കാലം ഇന്നൊരു ദിവസം ഗ്ലൗസ് ഇല്ലെങ്കിൽ മാച്ച് നടക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? എടി ഉറങ്ങല്ല, ഒരു 10 മിനിറ്റ് ആയോ? ഫോണും കാണുന്നില്ല, പണ്ടറടങ്ങാൻ എവിടെ പോയി കിടക്കണം? ബേബി, പറ്റാവുന്നിടത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാ പ്ലേയേഴ്സും ഭയങ്കര ബിസിയാ. ഞാൻ വേണമെങ്കിൽ കാലത്ത് മുത്തിന് ഒരു IPL ഓടിച്ചരാ. IPL? അതെ. Do you know the side effects of IPL? Inside the uterus it's 1.1. പ്ലീസ് ദയവ് ചെയ്ത് പകുതിക്ക് വെച്ച് പടം നിർത്തല്ലേ. എനിക്ക് കുറച്ച് സമയം തായോ, ഞാൻ എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. തേടുമോ തേടുമോ കണ്ടതെല്ലാം തേടുമോ, കണ്ണിലാകെ തേടുമോ അപ്സെറ്റായി മാറുമോ, നീയാകെ നെഞ്ചിലാകെ നെഞ്ചിൽ തൊട്ടും താളമോ, മൂടാകെ വന്ന് നീ മൂടില്ലാതെ പോകുമോ നീ. അയ്യോ 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 റൂട്ട് താളം തുള്ളുമോ, താളം തുള്ളുമോ. അല്ല, സേഫ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉണ്ടാവാതിരിക്കോ? നീ ധൈര്യമായിട്ട് പാടാ. എനിക്ക് അത് മാത്രം മതിയായിരുന്നു. അത് മാത്രോ? അത് മാത്രം കിട്ടില്ല, എല്ലാം കൂടെ കിട്ടത്തുള്ളൂ. എല്ലാം കൂടി ചേർന്നോ? എത്രയാവും? പെർ അവർ 2000 രൂപ. 2000? ഓക്കെ. എനിക്ക് അത് മാത്രം എടുത്ത് തന്ന ഞാൻ പൊക്കോളാം അങ്ങോട്ട്. അയ്യോ ഓടിക്കോ. എന്തിനാ ഓടുന്ന? ഞാൻ പൈസ പരിപാടിയായിട്ട് നടക്കല്ലേ നിന്നെ ഞാൻ എന്താണെന്ന് വിചാരിച്ചോ? കരയാണോ? ഒന്നുമില്ല. എടോ താൻ കരയല്ലേ? ഒന്നുമില്ല. വണ്ടി നിർത്താൻ. ചിരിക്കുന്നോ? എന്തിനാണ് ചിരിക്കുന്നത്? പിന്നെ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തന്നെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയ്യോ അടിക്കല്ലേ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ആളെ കളിയാക്കുന്ന. എടി നീ ഒറ്റൊരു പറഞ്ഞ എടി നിക്കടി. എന്നുമെന്നും നെഞ്ചിനുള്ളിൽ തിരിയില്ല കൺമണി നീ, തിരിയില്ലിനി എന്നുമെന്നും നിന്നിഴലായി വന്നിടമൈ നിന്നരികെ, തിരിയില്ലിനി എന്നിഴലും നിന്നിഴലും ഒന്നു ചേരും നിമിഷമാ, തിരിയില്ലിനി മുത്തമൊന്നു നൽകിടന എൻ ഹൃദയം തുടിക്കുന്നോ. മറന്നുപോയി. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഹെൽപ്പ് ചെയ്യാലോ? തൽക്കാലത്തേക്ക് ഇത്ര മതി, ബാക്കി നീ എന്നെ ബെറ്റ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. മാറി തന്നാ ഞാൻ കഴിക്കാം. നിന്നെ ഒന്നു വർണ്ണിക്കാൻ ഈ ജന്മം പോരില്ല, എന്നെ നീയും വർണ്ണിച്ച അഴകേവാ. ഈ ഞാനറിയാതെ എന്നിൽ വന്നു
ജെനി, ഉം, ലൈഫ് ഫുൾ എനിക്ക് എങ്ങനെ ജീവിക്കണം? എനിക്കും അതെ. ഓക്കെ, ഇതുവരെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഞാൻ നിനക്ക് ലോയലായിരിക്കും, നീ എനിക്കും ലോയലായിരിക്കണം. ഓക്കെ? ഉം. ഞാൻ മുഴുവനായിട്ട് എന്നെ നിനക്ക് തന്നു കഴിഞ്ഞു. തിരിച്ച് നീയും അങ്ങനെ തന്നെ ചെയ്. എടുത്തോന്നേ. ഇനി വരെ നമ്മൾ തമ്മിൽ ഒരു ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഉം, ശരി. നമുക്കിടയിൽ ഒരു സീക്രട്ട് ഉണ്ടാവാൻ പാടില്ല. എവിടെന്ന്? ഒരു സീക്രട്ടും ഇല്ല. എന്ത് ജോലി ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് ചെയ്യും. ഓക്കെ? ഉം, അങ്ങനെ ചെയ്യാലോ. എന്റെ ജോലി നിന്റെ ജോലി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏയ്, അങ്ങനെ ഉണ്ടാവത്തേ ഇല്ല. ആരാമത്തെ പോയി നോക്ക്. നിനക്ക് പോയി നോക്കൂടെ? നീ ഇപ്പൊ ഓടി. നീ എന്റെ മടി കിടക്കല്ലേ, പോ. ആ, ഇനി പോയിക്കോ. ഏയ്, പോയി നോക്ക്. ഞാനല്ല ഫസ്റ്റ് പറഞ്ഞ, നീ ചെല്ല്. സോ ഐ എം വെരി ടയർഡ്. പോ. ഞാനും കുറച്ച് ടയർഡാ, നീ ചെല്ല്. ഹൗ മീൻ ദിസ് ഫെല്ലോ നെവർ ചേഞ്ച്. മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. ഓ, ഇതാണോ സാറിന്റെ പുതിയ ഭാര്യ? അതെ, എന്തേ? സാറെവിടെ? പാല്. എന്തിനാ? പാല് കൊടുക്കണം. ഏ? ഒരു ദിവസം പാല് കൊടുക്കണം, ഒരു ദിവസം ചായ കൊടുക്കണം, പാത്രം കഴുകണം, തുണി കഴുകണം. സെർവന്റ് ആണോ? ഹൗസ് മെയ്ഡ് എന്ന് പറഞ്ഞാ മതി. ഓ, വേലക്കാരിയായിട്ട് ഇത്ര അഹങ്കാരോ? വേലക്കാരിക്കും വീട്ടുകാരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. വിജയ്, വാ ഇവിടെ ഇരിക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ, എനിക്ക് നീയും നിനക്ക് ഞാനും. നമുക്കിടയിൽ എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ആരും വരേണ്ട ആവശ്യമില്ല. നോട്ട് ഈവൻ യുവർ പാരന്റ്സ്. പ്രോമിസ്? ഓ, പ്രോമിസ്. അതൊക്കെ പണ്ടത്തെ അച്ഛൻ്റെ ഒരു കാര്യമല്ലേ? സോറി മൈ സൺ, കഥയിൽ തട്ടിയിട്ട് വരേണ്ടതായിരുന്നു. നമുക്ക് പിന്നെ ആ ശീലം ഇല്ലല്ലോ. ഒന്ന് പോയ അച്ഛൻ വന്നേ. എന്തൊക്കെ നന്നായി പോകുന്ന അച്ഛാ. വെരി ഗുഡ്. ലൈഫ് ഒക്കെ എങ്ങനെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. അടുത്ത വർഷം ഒരു കൊച്ചുമോളെ ഞങ്ങൾക്ക് തരുമോ? അത് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അച്ഛാ. എന്താ പ്ലാൻ ചെയ്തില്ലാന്നോ? അതെ ആന്റി, ഞങ്ങളൊരു 5 years പ്ലാനിലാ ഉള്ളത്. എന്താ 5 years പ്ലാനിങ്? എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഫസ്റ്റ് നൈറ്റ് പോലും നോക്കില്ല. അതുകൊണ്ടാണ് നീ ഇത്ര ബ്രില്യന്റ് ആയിട്ടിരിക്കുന്നത്, ഇഡിയറ്റ്. സോറി ആന്റി, ദിസ് ഇസ് അവർ ലൈഫ്. വി നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. എന്തൊക്കെയാ പറയുന്നത്? ഡിസിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് അറിയാം ആന്റി. ആന്റി, അതെ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതുപോലത്തെ പെണ്ണൊന്നും നമുക്ക് ശരിയാവില്ലെന്ന്. കേട്ടില്ലല്ലോ? ഇപ്പൊ അവര് പറയാ 5 വർഷം കഴിഞ്ഞ് കുഞ്ഞിനെ പറ്റി ആലോചിക്കൂന്ന്. ആ കാര്യം തന്നെ ഞാൻ ഇവരോട് സംസാരിക്കുന്നത്. നീ ഒന്ന് ക്ഷമിച്ചിരിക്കേ. നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് വിരുന്നൊക്കെ കൊണ്ടിട്ട് വാ, ഞാൻ പോവാ. അയ്യോ. ആൽബർട്ട് സാർ, ഞാനെന്ന് പോട്ടെ. നോക്കേ, നമ്മൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഒരു നാണോ ഇല്ലാതെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കോലം കണ്ടില്ലേ? വരുന്നുണ്ടോ നിങ്ങള്? ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ പോവാ. എന്താടി ഇത്? അവർ ആദ്യമായിട്ട് വീട്ടിൽ കയറി വന്നതല്ലേ? അവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? വരുന്നതിലും പോകുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെ, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെ. മറ്റുള്ളവരുടെ ലൈഫിൽ ഇന്റർഫിയർ ആകാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ. ഇന്നലെ രാത്രി നീ വല്ല സിനിമയും കണ്ടായിരുന്നോ? അതെന്താ? അല്ല, സ്വഭാവം മൊത്തത്തിൽ മാറി പോലെ ഉണ്ട്. ഏയ്, ഒന്ന് പോടാ. നാളെ പോവാന്നേ. നോ വേ. എനിക്ക് ആഫ്റ്റർനൂൺ ജോലിയുള്ളൂ, ഞാൻ മറന്നുപോയി. അകത്തേക്ക് വാ, ചെല്ലേ. ഇനി നിനക്ക് ഓഫീസിൽ ലീവ് കിട്ടില്ല കേട്ടോ, നീ പോയേ. നീ ഇങ്ങനെ നിർബന്ധിച്ച് വിടുന്നെന്താ? എന്നെ മടുത്തോ നിനക്ക്? ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഈ പറയുന്നത്. ഈവനിങ് പെട്ടെന്ന് വരണേ. ഓക്കേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹായ് ജെനീലിയ. ഓ, ഹായ് ഡേവിഡ്. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു, താങ്ക് യു. ഓക്കെ ഓക്കെ, ക്യാരി ഓൺ. അതെ, ഇവിടെ നിന്ന് ആരും കാണുന്നില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയെന്നാ തോന്നുന്നു. ഈവനിങ് പെട്ടെന്ന് വരണേ. ആ, ശരി ശരി ശരി, വന്നേക്കാം. ഞാൻ ഓഫീസിൽ കയറട്ടെ. ലീവ് ലെറ്റർ പോലും തന്നിട്ടില്ല. ജയുടെ കാര്യത്തിൽ അവന്റെ കല്യാണല്ലേ? ഓക്കെ, ഇനി ഇത് ആവർത്തിച്ച അപ്പൊ പുറത്താക്കും ഞാൻ, മനസ്സിലായ? അതെ, ഞാൻ സംസാരിക്കുന്ന എന്തിനാ? ഇതിന് മാത്രം ആൾക്കാരുണ്ടായിരുന്ന? എന്താ സാർ ഇങ്ങനെ നിൽക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഓഫീസിൽ വന്നല്ലേ, വിഷയം വേണ്ടി വന്ന. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഒരാഴ്ച ഞാൻ ലീവ് എടുക്കാൻ പോവാ. ഹായ് ഹായ്. ഹായ്, വെൽക്കം ബാക്ക് ഡാ. താങ്ക് യു. ഹായ്.
താങ്ക് യു. എന്താടാ മോനെ, ഭാര്യയ്ക്ക് സുഖം തന്നെയല്ലേ? ലൈഫൊക്കെ എങ്ങനെ പോണു? ആദ്യം നീ കല്യാണത്തിന് വരാതിരുന്ന എന്തുകൊണ്ടെന്ന് പറയും. ഞാനെന്തിനാ വരുന്നത്? നീ എന്നല്ലല്ലോ കെട്ടുന്നത്. വരുന്നവരെല്ലാവരും എനിക്ക് താലി കെട്ടാൻ പറ്റും. നിനക്ക് ഇത്രയും ബോധമില്ല ഉണ്ടായിപ്പോയി. പിന്നെ ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും വളയ്ക്കാന്നാ വിചാരിച്ചെ. അപ്പോഴല്ലേ നീ ഇൻവിറ്റേഷൻ തന്നെ എന്നെ പറ്റിക്കാൻ നോക്കിയ. പിന്നെ എങ്ങനെ വരിക? ഹലോ മാഡം, അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി അവന്റെ കുടുംബം കുട്ടിച്ചോറാക്കണ്ട. അവനല്ലേ കല്യാണം കഴിച്ചത്, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ, ഇവള് ഭയങ്കരമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. യെസ്, നല്ലോണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടാ ജയ്, ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ കാര്യം എങ്ങനെ? ഈ മാസം തന്നെ പരിപാടി നടക്കോ അതോ കടങ്ങളൊക്കെ അടച്ചു തീർത്തിട്ടേ ഉള്ളോ? ഞാൻ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു കറിയുമ്പോ അതെ, ആദ്യം നിന്റെ വെഡിങ് പാർട്ടി എപ്പാണെന്ന് പറ. ഈ വീക്കെൻഡ് വെക്കണമെന്നാണ് പ്ലാൻ. അടിച്ച് പൊളിക്കാന്നേ. നോക്കിയേ, നീ കല്യാണത്തിന് വന്നില്ല, മര്യാദയ്ക്ക് പാർട്ടിക്ക് വന്നില്ലെങ്കിൽ നല്ല പെട കിട്ടണ്ടേന്ന്. സ്പെഷ്യൽ ആയിട്ട് എന്താ തരിക? സ്പെഷ്യൽ ആയിട്ട് എന്ത് തരാനാ? നല്ല ബീർ അടിച്ച് വെച്ചാൽ മതിയോ നിനക്ക്? നിനക്ക് കിങ്ങെന്നാ ഞാൻ എനിക്ക് കിങ്ങടാ, അടിപൊളിയായി പാടിടാ പാടിടാ ഓടിവാ. നീ നിനക്ക് റൈറ്റ് എന്നാ ഞാൻ എനിക്ക് റൈറ്റ് ഇട്ടോ, ഒന്നായി ചേർന്നിടാ വെച്ചിടാം പാർട്ടിടാ. ഒറ്റയ്ക്കൊന്നിരുന്നാൽ ജോളിയായിരിക്കാം, സന്തോഷമായിരിക്കാൻ ഷോർട്ട് കട്ടുണ്ട് വാടാ. തുമ്മരയിരിക്കണം അത് സ്റ്റൈലടാ, തുമ്മരയിരിക്കണം അത് സ്റ്റൈലടാ. ഹാപ്പിയായിരിക്കണം ലൈഫ് അത് എന്നും എന്തെന്നോ. തുമ്മരയിരിക്കണം അത് സ്റ്റൈലടാ, തുമ്മരയിരിക്കണം അത് സ്റ്റൈലടാ. ഹാപ്പിയായിരിക്കണം ലൈഫ് അത് എന്നും എന്തെന്നോ. പോകുമ്പോഴും ഒന്നായി ചേർന്നിരിക്കാം, നിന്നെ തോളിലെത്തി പൊൻവാനിൽ പറക്കാം. നിൻ പേര് ചൊല്ലി ജനിച്ചൂരില്ലെന്നും നിന്റെ പേര് ചൊല്ലി അടികൂടി നടക്കാം. ജീവിതം ഒരു വട്ടം, ഇനി തോറ്റവൻ ജയിച്ചിടും. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ശരിയായി വന്നിടൂ. കുറച്ചു കാലമേ ഭൂമിയിലെന്നും ഹാപ്പിയായി ജീവിക്കാൻ. നിൻ ജീവൻ പോയാലും ഉയിരില്ല, നിൻ ദേഹം അറിയാതെ കിടക്കും. ഇതു തന്നെ നിൻ ജീവിതം. തലയിലെ വയ്ക്കും കിരീടം കനമായി മാറുണ്ട. തലക്കനമൊന്നും ഒരു നാളും നിൻ തലയിൽ വേണ്ട. എന്തായിരുന്നാലും ഉമ്മരയിരിക്കണം അത് സ്റ്റൈലടാ, ഉമ്മരയിരിക്കണം അത് സ്റ്റൈലടാ. ഹാപ്പിയായിരിക്കണം ലൈഫ് അത് എന്നും എന്തെന്നോ. ഉമ്മരയിരിക്കണം അത് സ്റ്റൈലടാ, ഉമ്മരയിരിക്കണം അത് സ്റ്റൈലടാ. ഹാപ്പിയായിരിക്കണം ലൈഫ് അത് എന്നും എന്തെന്നോ. എന്തിന്? പിന്നെ പാർട്ടിക്ക് വിളിച്ചാൽ വരാൻ പറ്റില്ല നിനക്ക്. ഞങ്ങൾ തന്നെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പൊ നീ എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? ആരെങ്കിലും എക്സ്പെക്ട് ചെയ്താ ഞാൻ എന്തിനാ വരുന്നേ? ജനിന്ന് വെച്ചാൽ നിനക്ക് ആരെങ്കിലും വേണം? ഓ, അപ്പോഴേക്കും വലിയ ഭർത്താവ് കളി തുടങ്ങിയല്ലോ. നിനക്ക് ദേഷ്യം വന്ന എങ്ങനെ ഇരിക്കുന്നറിയോ? വാടാ വാടാ. ഇടിച്ചിടലടി.
ഏയ്, ഏയ്. ഏയ്, No, please. Yes! ഇതുപോലത്തെ ഗോൾ നീ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ബേബി, ഹലോ ബേബി, ഇപ്പൊ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന എന്തിനാ? താങ്ക്സ്. ഇത് നോക്കി, ദേഷ്യം വന്നാൽ ഡൊണാൾഡ് ഡക്കിനെ പോലെ ഇരിക്കുന്നത് നീ. ഇതെന്താ? വർഷ എന്റെ ഫ്രണ്ട്, ടീംമേറ്റ് എന്ന് പറഞ്ഞില്ലേ, അവളാ. എന്തിനാ സെൽഫി എടുത്തേ? ഞാൻ ഇവിടെ എടുത്തു, അവളെ എടുത്താ. നോക്കി, അത്രയ്ക്കും ക്ലോസ് ആണോ? സെൽഫി എടുക്കുമ്പോ ഇത്ര അടുത്ത് നിൽക്കേണ്ടി വരുമല്ലോ. എപ്പോഴാ എടുത്തത്? അങ്ങനെ ചോദിച്ചാ ഇന്നലെ ഏതോ സമയത്ത് എടുത്തതാ. എന്നിട്ടെന്താ അതെന്നോട് പറയാഞ്ഞേ? പറയാ, എടി ഒരു ഫോട്ടോ എടുത്തേനും. ഡോണ്ട് ടോക്ക് ടു മീ. ചേടാ, ഓ ഗെയിമിൽ തോറ്റേന്റെ. ഇറിറ്റേറ്റ് ചെയ്യരുത്. രാത്രി റൂമിൽ കണ്ടുപോരുത്. ഇവിടെ തന്നെ ഇരുന്നാ മതി. അതെന്താ? ബിക്കോസ് യു വെജിറ്റേറിയൻ ടുഡേ. അല്ല, മുട്ടെങ്കിലും കിട്ടായിരുന്നെങ്കിൽ. ജസ്റ്റ് ഷട്ട് അപ്പ്. ജെന്നി, കോഫി. നീ ഇതെവിടെയാ? ഐ എം ഔട്ട്. ഈറ്റ് ഔട്ട് സൈഡോ? അയ്യടാ, ഔട്ട് സൈഡ് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. ഫുഡ് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാൻ വേണമെങ്കിൽ. ചെവിയിലിടാണ്ട് സാധനമായി. എന്താടാ ആദ്യത്തെ വഴക്കുടങ്ങിയോ? നോക്കി, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് നല്ല ദേഷ്യത്തില്ല. വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ. ഞാൻ അതിനെന്ത് ചെയ്തു? എടി, നീ എന്തിനാ ഇന്നലെ ഫോട്ടോ കഴിക്കാൻ പോയേ? ഫോട്ടോ അല്ലേടാ അയച്ചോളൂ. ഫോട്ടോ തന്നെ അയച്ച. എന്നാലും എന്താ പറ്റിയെന്നറിയില്ല. ഫോട്ടോയ്ക്ക് ഈ റിയാക്ഷൻ ആണെങ്കിൽ നമ്മുടെ മാറ്റർ അറിഞ്ഞാലോ? നമ്മുടെ മാറ്റർ? അതേടാ, ലവ് മാറ്റർ. ദേ, വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഹലോ, ലവ് ഓക്കെ. ഈ മാറ്റർ എന്ന് പറഞ്ഞ എടാ, നിനക്ക് മാറ്റർ എന്ന് പറഞ്ഞ ക്വാർട്ടർ അല്ലേ? എടാ, ആദ്യം നീ എന്റെ മാറ്ററിലേക്ക് വാ. അതെ ഡാർലിംഗ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കല്യാണം മണ്ണാങ്കട്ടൊന്നും വേണ്ടെന്ന്. ലിവിംഗ് റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യേ. ഇഷ്ടപ്പെട്ട പെട്ടില്ലെങ്കിൽ കട്ട്. ഒരു ക്വാർട്ടറിന് വേണ്ടി ആരെങ്കിലും ബിവറേജ് വാങ്ങോടാ. ഏയ്, വെറുതെ അലമ്പനൊന്നും പറയുന്നത് കേൾക്കണ്ട. വഴിയാതാരമായി പോ. വീട്ടിലേക്ക് പോയി സാഷ്ടാംഗം നമസ്കരിച്ചോ. എന്നാലേ ഇന്ന് രാത്രി നിന്റെ ഓഹോ, അതാണ് ജെഡി ഓൾവേസ്. ഏയ്, ഇങ്ങോട്ട് വന്നേ. ഞാൻ വരില്ല. അവനൊരെണ്ണം കൊടുത്തേടി. ഞാൻ സമ്മതിക്കില്ല. ഊളത്തരം പറയുന്നതിന് ഒരു കുറവുമില്ല. ഇതേ നോക്ക് ചക്കരെ, ഇതിൽ അഭിമാനം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾ വിട്ടുതരുമെന്ന് നീ വിചാരിക്കേ വേണ്ട. അത് ശരിയാ. ഏയ്, അതൊന്നും നടക്കില്ല. നിന്റെ റേഞ്ച് വേറെ അല്ലേ? എങ്ങാനും പോയി സോറി പറഞ്ഞെന്ന് അറിഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയുന്നില്ല ഞാൻ. നീ ഒന്നും ഉണ്ടായിരുന്നേ. വെറുതെ അതും ഇതും പറഞ്ഞവനെ കൺഫ്യൂസ് ചെയ്യിക്കല്ലേ. അങ്ങനെ ഇപ്പൊ അവന്റെ റേഞ്ചിന് താഴോട്ട് പോകണ്ട. റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അണ്ടർ മെയിൻ്റനൻസ്. റേഞ്ച് വിട്ടുകൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ പുറത്ത് വെക്കേണ്ട അവസ്ഥയല്ലേ. ആഹാ, സറണ്ടർ ആവുന്നതാണ് മോനെ ബെറ്റർ. അപ്പൊ 13 നില കയറണമല്ലേ. ഓക്കെ, മുത്തേ, ചക്കര, എന്നോട് ക്ഷമിക്കണം. ജെനി, ഞാൻ I'm sorry. I'm so sorry. I'm sorry, Jay. It's okay. It's my fault. Okay, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, okay. Jay. Okay. I'm sorry, Jay. I'm so sorry. Sorry. I'm so sorry.
ഇതുപോലെന്നെന്നും ഇതുവരെ ഞാനും കണ്ടതില്ല. ഇന്ന് ദിനമൊന്നായി പൊഴിയുന്നു നിൻ വിശ്വാസമെന്നും ഒരു നോക്ക് കാണുവാൻ ഒരു വാക്ക്. ബേബി അവളോക്കെ? എന്തോ ഓക്കേന്ന്? സെക്കൻഡ് വിസിലെ കുക്കർ ഓഫ് ചെയ്തില്ലേ? ഇപ്പൊ എന്താ പറഞ്ഞ നീ? ഒന്നുമില്ല. അല്ല എന്താ വിസിലെന്ന് പറയുന്ന പോലെ ഇങ്ങനെ കേട്ടെ? ഗോൾഡൻ വേർഡ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഇങ്ങനെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. നീ എന്നോടെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ ചോദിക്കാറ്. ഹൗ മെനി ഹസ്ബൻഡ്സ് ആർ കൺസേൺഡ് അബൌട്ട് ദിസ്? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തത് കൊണ്ടാണ് ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ ഇട്ടിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഇങ്ങനെ കുത്തിക്കൊല്ലുന്നത്. എന്നെ കൊല്ലാനുള്ള പ്ലാനിങ് ഉണ്ടോ? ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ആലോചിക്കട്ടെ. What do you think about life? If there is no life. ലൈഫിൽ നിന്ന് തന്നെ മാറ്റി വെച്ച് നോക്കിയേ, ലൈഫേ ഇല്ല. ജീവിക്കുന്നത് തന്നെ വേസ്റ്റ്. എടീ, നീ IT പഠിച്ചോളാന്ന് വിചാരിച്ച് ഇതിപ്പോ ഒരുമാതിരി മറ്റേ മിഡ് നൈറ്റിൽ വരുന്ന ഡോക്ടറുടെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. സംസാരം നിർത്ത്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ 100 നോട്ട് ഔട്ടാടി. ലേറ്റസ്റ്റ് മോഡലാ, ഗ്രാൻഡ് ഐറ്റം എന്നാ പേര്. ഓക്കെ, ഈ റിബണോട് കൂടി തരാം. അതൊക്കെ തരാലോ സാർ. ഏത് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്തോ, ഒരു മാസത്തിനോട് നമുക്ക് തരാൻ പറ്റും. വെയിറ്റ് താങ്ങൂ? പിന്നെ ഇഷ്ടം പോലെ. രണ്ടുപേരുടെ വെയിറ്റ്? അയ്യോ, 2 പേരല്ലേ വേണം, 4 പേരെ കേട്ട പിന്നെ വേണമെങ്കിൽ പട്ടിനെ കൂടി കയറ്റാന്നേ. അല്ല, അകത്തല്ല, മേലെ. എന്തിനാ മൊത്തം വീട്ടിലുള്ള ഡൈനിങ് ടേബിൾ ഒന്നും പറ്റുന്നില്ലേ? അല്ല, എന്തായാലും കാർ നോക്കാം. സാറേ, ഞങ്ങളുടെ കാറിന്റെ ഫെസിലിറ്റീസ് പറഞ്ഞുതരാം. ABS, പവർ സ്റ്റിയറിംഗ്, LED DRL, അലോയ് വീല്, പിന്നെ എയർ ബാഗും ഉണ്ടെന്നേ. പിന്നെ നമ്മുടെ കാറിൽ ക്യാമറ സെൻസർ അടക്കം ഉണ്ട്. ഓ, ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ സെൽഫി ഒക്കെ എടുക്കാലോ അല്ലേ? അതെല്ലാം മായ്ച്ചു കളി സാറേ. സാറ് കാർ എടുത്തോണ്ട് ഇങ്ങനെ പറന്ന് പോവാണെങ്കിലേ കാർ ഇങ്ങനെ തീ പോലെ പറക്കും സാറേ. ഓ, എങ്ങനെ ഡൗട്ട് സാർ? ഒരേ ഒരു ഡൗട്ട് ഉണ്ട്. അതിനെന്താ ചോദിച്ചോളൂ. ഈ തീ കൂടെ എങ്ങാനും പോവാണെങ്കിൽ അത് കെടുത്താനുള്ള എന്തെങ്കിലും ചെയ്യും? നന്നായിട്ടുണ്ട്. കാർ വാങ്ങാമെന്നാണ്, കളിയാക്കാമെന്നാണോ? പിന്നെ എന്ത് പറയാനാ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട് EMI അടച്ച് ഏതെങ്കിലും ഒരു കാർ എടുക്കാന്ന് വിചാരിച്ച് വരുമ്പോ ഇങ്ങനെ കണവണാന്ന് പറഞ്ഞ മനുഷ്യൻ വെറുപ്പിക്കാൻ നിൽക്കുന്നതിനാ. കൺഗ്രാചുലേഷൻ സാർ. സാറേ, ഇതേ പ്രോബ്ലം എനിക്കും ഉണ്ടെന്നേ. ഞാൻ ഇപ്പൊ ഒരു വീട് വാങ്ങിച്ചേ ഉള്ളൂ, അതിനുള്ള തന്നെയാ. സാർ ഈ കാർ വാങ്ങിയാലേ എനിക്ക് ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റും. എന്റെ പൊന്നു സാർ, ഒന്ന് വാങ്ങ സാറേ. ഓ, തലപൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, വീട്ടുകളെടുത്ത്. സാർ, നമുക്ക് പോയിട്ട് ഒരു റൗണ്ട് എടുത്തിട്ട് വരാം. Good morning, David. Good morning, Jenny. What's the status of the project? It's yet to be finished. Just give me 10 minutes. I'll finish it. No problem. Sit here and do. ഞാൻ ലാപ്ടോപ്പ് Hey, എടുത്തിട്ട് വരാം. come on here. Use my laptop. Thank you. Jennifer, can I order a coffee? No, thanks. Okay. How's your married life? It's good, sir. It's nice, happy. How's your husband? He's good, sir. Very jolly, sportive. Fine, fine. ഈ വീക്കെൻഡ് ഫ്രീ ആണോ? Yeah, almost. If you don't mind, can you join me for a dinner? അല്ല, ഡിന്നറിന് വന്ന സാലറി അപ്രൈസൽ, ഓൺസൈറ്റ് ട്രിപ്പ്, അങ്ങനെ യു വിൽ ബി ബെനിഫിറ്റഡ്. എന്ത് പറ്റി ഇങ്ങനെ ഡള്ളായിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മുത്തേ? Get out. ഇത്രേ ഉള്ളൂ കാര്യം. അവൻ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് നമുക്ക് അവനോടൊരു പണി കൊടുത്താൽ പോരെ? അതല്ലടാ, ഞാൻ അവനെ അടിച്ചതുകൊണ്ട് എന്റെ ജോലിയും പോയി. ഇനി നമ്മുടെ ബഡ്ജറ്റിൽ 50,000 പോകുന്നത്. അതിന്റെ കൂടെ കാർ വാങ്ങാനുള്ള പ്ലാനും. അതാ ഞാൻ ആലോചിച്ചത്. ബേബി, ഈ വക നിസാര കാര്യങ്ങൾ ഇത്രയ്ക്ക് ഡള്ളായിരുന്നു സംസാരിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ രണ്ടുപേരും ചേർന്നൊരു കാര്യം പ്ലാൻ ചെയ്തു. നിനക്ക് സാലറി ഇല്ലെങ്കിൽ എന്താ, നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നാ പോരെ? നീ ജോലിയായിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നേ. ഓഹോ, നല്ല ചാൻസ് കിട്ടിയപ്പോ എന്നെ ഇവിടെ സെർവന്റ് ആക്കാൻ നോക്കുകയാണല്ലേ? നടക്കില്ല.
ഐ ഗെറ്റ് എ ഡിഫറെന്റ് ജോബ്. ബട്ട് അതുവരെ ബോറടിക്കുമല്ലോ. ഞാൻ വേണമെങ്കിൽ അതുവരെ ലീവ് എടുത്ത് നിനക്കൊരു കമ്പനി തന്നാ പോരെ? നീ എന്താ ഇത്ര സില്ലിയായിട്ട് പറയുന്നേ? നിന്നെ കമ്പനിന്ന് പുറത്താക്കിയാലോ? നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങാം, ഒരു ഗ്ലൗസിന്റെ കമ്പനി. സീരിയസ് ആയിട്ട് പറയടാ. ശരി, നീ ഇപ്പൊ വേറെ ഏതെങ്കിലും കമ്പനിയിൽ അപ്ലൈ ചെയ്യും. എന്തായാലും നിന്റെ എക്സ്പീരിയൻസിന് ജോലി കിട്ടാതിരിക്കില്ല. അതുവരെ നമുക്കൊരു ഹോളിഡേ ട്രിപ്പ് പോവാം. നമ്മളിതുവരെ ഹണിമൂൺ ട്രിപ്പ് പോലും പോയിട്ടില്ല. നീ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ. ശരി, എന്താ പ്ലാൻ? സിരടി സായിബാബയുടെ അടുത്തൊരു ട്രിപ്പ് പോയാലോ? അയ്യോ, ഷിംലയിലേക്ക് പോവാം. എന്റെ പൊന്നളിയ, അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ. ഏയ് ഹായ്, ഹൗ ആർ യു? അടിപൊളി, പറയാതെ പോയന്റെ നന്നായി. സോറി വർഷ. എടാ ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? നോ റിയാക്ഷൻ മെയിൻറ്റെയിനിങ്. ശരി, ഇനി മുതൽ ഞാൻ എവിടെ പോകണമെന്ന് നിന്നോട് പറഞ്ഞിട്ട് പോകും. അതുപോലെ ഇപ്പൊ ചൂച്ചു വരുന്നുണ്ട്, പോയിട്ട് വരട്ടെ. വർഷ ഓക്കെ എന്ന് പറയില്ലെങ്കിൽ ഇവിടെ തന്നെ സാധിക്കും അവൻ. ഇതെന്താ ഡാർലിംഗ്, നിനക്ക് മുട്ടിയപ്പോ അവള് പോകുന്നേ, അതും ഫുൾ ഫാസ്റ്റില്. അതാ എനിക്ക് വന്ന അവൾക്ക് വരാൻ പാടില്ലേ? നീ എന്നാ നാട്ടുകാരെ മൂത്രമൊഴിക്കാൻ പോകുന്ന നോക്കിയിരിക്കുന്നത്? പണി. ആ സൂപ്പർ ഡി, കൺഗ്രാറ്റ്സ്. കാലക്ക്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ അത് സർപ്രൈസ്. എന്ത് പറ്റി, പഞ്ചറായോ? ശരി, അവിടെ വെക്കേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, ഞാൻ അതെ, വലിയ ജാട ഇറക്കാൻ നിൽക്കണ്ട, അവിടെ വെക്കേ, എൻ്റെ കൂടെ വാ. ഇവിടെ നിർത്ത്. നിന്റെ വീടെന്ന് പറഞ്ഞിട്ട് വേറെ വീട്ടിലാണല്ലോ എത്തിച്ചത്. അത് പിന്നെ സെന്റിമെന്റ് വെച്ചിട്ട് ആ വീട് എനിക്ക് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ് വേറെ റെഡിയാക്കി. എന്നിട്ട് നീ എൻ്റെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ശരി, ഓക്കെ ഓക്കെ, ഞാൻ പോവാൻ നോക്കട്ടെ. മുറ്റത്ത് വരെ വന്നില്ല, അകത്ത് കയറിയിട്ട് പോ. അകത്തേക്കോ? ശരി സർ, ഓക്കെ സർ. ശരി ശരി, നിക്ക്, ഞാൻ വരാം. എന്ത് പറ്റി, വീട്ടിൽ ആരും ഇല്ലേ? അച്ഛനും അമ്മയും തൃശ്ശൂർക്ക് പോയിരിക്കാ ഒരു മാരേജിന്. അവിടെ ഇരിക്കടാ. ദൈവമേ, ആദ്യമായിട്ട് എന്റെ വീട്ടിൽ വന്നല്ലേ. കോഫി വേണോ ടീ വേണോ? ചിൽഡായിട്ട് എന്തെങ്കിലും കിട്ടോ? ചിൽഡ് ആയിട്ടല്ലേ? ചിൽഡ് ആയിട്ട് ബിയർ ആണോ ഉള്ളത്? ഓക്കെ ആണോ? സൂപ്പർ. Cheers. ഒരു 2 minutes, ഞാനിപ്പോ വരാം. ഞാൻ നിന്നെ എങ്ങനെയും വളയ്ക്കാൻ നോക്കിയതാ. അപ്പോഴല്ലേ നീ ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ട് എന്നെ പറ്റിച്ച്. ഫോട്ടോയുടെ റിയാക്ഷൻ ഇതാണെങ്കിൽ നമ്മുടെ മാറ്റർ അറിഞ്ഞ എങ്ങനെയായിരിക്കും? അതേടാ, ലവ് മാറ്റർ. ഏയ്, എന്റെ റൂം എന്തിനാ തുറന്ന്? എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കിഷ്ടമുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞ ഇഷ്ടം എന്ന് പറഞ്ഞ ഇഷ്ടം, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഹീറോയെ ഇഷ്ടപ്പെട്ട അവരുടെ ഫോട്ടോ സൂക്ഷിച്ചു വെക്കല്ലേ, അതുപോലെ തന്നെ. അതിനെ ഹീറോ ഒന്നുമല്ലോ. എന്റെ ഹീറോ നീ അല്ലടാ. ഇത് മതിയാ? കയ്പൊന്നും ഇല്ലേ? എന്താണ്, പ്രേമമാണോ? അതറിയില്ല. അറിയില്ലെന്ന് പറഞ്ഞ
അറിയില്ലെന്ന് പറഞ്ഞാ അറിയില്ല. എടി എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞില്ലേ? അറിയാലോ. അറിയാന്ന് പറഞ്ഞ അറിയാന്ന് പറഞ്ഞാ അറിയാം, അത്ര തന്നെ. ഹലോ ഹലോ വെങ്കി, ജയ് അവിടെ നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല ജെനി, അവൻ അപ്പൊ തന്നെ പോയല്ലോ. അല്ല എന്തു പറ്റി ജെനി? ഹലോ ചിന്ന ചിന്ന ആസെ സിരകടിക്കും ആസെ മുത്ത മുത്ത ആസെ. അല്ല നിന്റെ ആശയം എന്താ? നിന്റെ മടിയിൽ കിടക്കാനുള്ള ആശയ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ ബിയർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ. പോവാണോ? അല്ല വീട്ടിൽ ലേറ്റ് സണ്ണി അല്ല ജെനി. പോടാ. ഓക്കെ ബൈ. വാച്ചോടെ അല്ല ഫോൺ. ബൈ. ടാറ്റാ. അയ്യോ എടാ എന്നെ ബെഡിൽ കൊണ്ടുപോയി കിടത്തിട്ട് പോടാ. ബെഡിൽ കിടത്തി. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാടാ. അതെ. ഓക്കെ ഉറങ്ങിക്കോ. ടാറ്റ. ബൈ. എടാ ഒരു കിസ് എന്നിട്ട് പോടാ. എനിക്ക് ഒരു ബിയറും കൂടി തരുമോ? ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പെട്ടെന്നൊരു കിസ് അടിച്ച് ടക്കേന്ന് ഇറങ്ങണം. എവിടെ റൂം? താങ്കൾ വിളിക്കുന്ന വ്യക്തി മറ്റൊരാളുമായി സംസാരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. ഹായ് ജെനി. വരണം സർ. വാങ്ങിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചായിരുന്നോ? ഇത് കഴിക്കാൻ വേണ്ടിയല്ല. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോന്ന്? നല്ല വിശപ്പുണ്ട് ജെനി. എന്താ കഴിച്ചിട്ടുണ്ടോ നന്നായിട്ട്? ലൈറ്റായിട്ട്. ലൈറ്റായിട്ട്. എന്റെ മോർണിംഗ് വാ. പേടിക്കൊന്നും വേണ്ട, വാ. ഡാർലിംഗ്, അന്ന് ഉടച്ചു കളഞ്ഞ ഡൈനിങ് ടേബിൾ സാറിന് വേണ്ടിട്ട് വാങ്ങിയതാണ്. ഓക്കെ. ഭയങ്കര ബഹുമാനമാണല്ലോ. എന്താണോ എന്തോ. സാരമില്ല, എന്തെങ്കിലും ആവട്ടെ. മതി. കഴിക്ക്. കഴിക്കാം. നല്ലോണം കഴിക്ക് സർ. ഓ, ഇന്ന് ഡബിൾ ടേസ്റ്റ് ആണല്ലോ. ഡബിൾ സ്ട്രോങ് അല്ലേ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും. ഏയ് ഒന്ന് നിർത്തൂ. ഒഴിക്കാൻ വേണ്ടി തന്നെയാ വാങ്ങിയത്. തുറക്കുന്നതിന് മുന്നേ നീ ഇങ്ങോട്ട് വന്നു. ഉറക്കാൻ പറ്റിയില്ലേ? എന്റെ കുറച്ച് നേരം കൊണ്ട് അടിച്ചും കൂടെ ഇറങ്ങിപ്പോയില്ലേ.
2 മണിവരെ എവിടെ തെണ്ടാൻ പോയതാ? തെണ്ടിത്തിരികെ വെങ്കിയുടെ വീട്ടിലായിരുന്നു ഞാൻ. ഓ, ഞാനൊരു ഹാഫ് ആൻ അവർ മുന്നേ വിളിച്ചിരുന്നു. ആ വെങ്കിയാണോ? ഹാഫ് ആൻ അവർ മുൻപ് സംസാരിച്ച വെങ്കി. നീ ഏത് വെങ്കിയെ കുറിച്ച് പറയുന്നത്? ഓ, എന്റെ ഓഫീസിലുള്ള മണ്ടന അവനാണോ? ഞാൻ ഏത് വെങ്കിയെ പറ്റി പറയുന്നത് മനസ്സിലായോ? ശരി, പറ, ഏത് വെങ്കിയാന്ന് പറയുന്നേ? എടി, ഇത് അവനാ, ആ കെ വെങ്കിയല്ലേ, അതായത് കെ നഗർ വെങ്കി. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചിട്ടൊക്കെ ഉള്ളതാ. അവനിപ്പോ US നിന്ന് തിരിച്ചു വന്നിരിക്കുക. അപ്പൊ ഒന്ന് കൂടാന്ന് പറഞ്ഞു. അവന്റെ കൂടെ ജസ്റ്റ് പോയി. അത്ര. എന്താടാ, എന്നെ കളിയാക്കാണോ നീ? ഞാൻ കോൾ ചെയ്തപ്പോ നീ ഇതിനെ കട്ട് ചെയ്തേ. ഫോൺ കട്ട്? ഫോൺ എവിടെ? ചാർജറിട്. നിന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ. എന്തിനാ എന്റെ ഫോൺ നിന്റെ ഫോണിന്ന് ഇങ്ങനെ വെറുതെ സംസാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരേ. നിന്റെ ഫോൺ എവിടെയെന്ന്? എന്റെ ഫോൺ ഓഫീസിലെ ചാർജിൽ വെച്ചിരിക്കുക. അത് എടുക്കാൻ മറന്നുപോയി. ചാർജിന് വെച്ചേക്കാണോ? ഓക്കെ. നീ ആരെ വിളിക്കുന്നത്? ഹലോ. ഹലോ. എപ്പോഴാ ജയ് പോയേ? ഞാൻ ഉണർന്നപ്പോ നിന്നെ കണ്ടില്ല. ഫോൺ വെക്കടി, നാളെ ഷോപ്പിങ്ങിന് പോയാ പോരെ. നാടകം കളിക്കാണോ? ഇന്നത്തെ രാത്രി എനിക്ക് മറക്കാൻ പറ്റില്ലടാ. I just enjoyed a lot. ആരാടി നീ? നീ ആരാടി? ഇവന്റെ വൈഫാ. ഞാൻ വർഷ. ജയയുടെ. What the hell you think of yourself? What are you thinking about? Body. എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഇല്ല ജെനി. You cheated on me. ഞാൻ പറയുന്നത് കേൾക്ക് ജെനി. My life is over. ജെനി, ഞാനൊന്ന് പോയിന്നേ ഉള്ളൂ. വേറെ ഒന്നും നടന്നിട്ടില്ല. സത്യമായിട്ട്. ജെനി, how could you do this to me? വേണ്ട ജെനി. ഞാൻ പറയട്ടെ. Please. Just go. I said just get out. ജെനി, പറയുന്ന സത്യം. ജെനി, ജെനി, വാതിലോർക്ക്. ജെനി, പ്ലീസ് വാതിലോർക്ക്. ജെനി, ജെനി, പ്ലീസ് ജെനി, വാതിലൊന്ന് തുറക്ക്. ഞാൻ പറയട്ടെ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ജാഗ്രത, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ജെനി, ജെനി, നിക്ക്. ജെനി, പറയും നിക്ക് ജെനി. സോറി ജെനി, സോറി. ഞാൻ ജെനി, ജെനി. കുറച്ചു ദിവസമായിട്ട് പ്രിയനെ കാണാനില്ലല്ലോ. ജെഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ അവിടുത്തെ TV മാറ്റി. അയ്യോ. പക്ഷെ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഒരു കണക്കിന് നന്നായി. അതെന്താ? നീ എന്റെ അടുത്തെത്തിയില്ലേ? എന്റെ ഫോണൊന്നും തന്നെ തരാൻ പറ്റില്ല. ഒന്ന് തന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ഇറിറ്റേറ്റോ? ഞാൻ എന്താ ചെയ്തേ? ഇന്നലെ ഫോൺ വിളിച്ച് ജെനിയുടെ അടുത്ത് ആവശ്യമില്ലാത്ത പറഞ്ഞെന്തിനാ? ഞാൻ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞതാ? അവളുടെ ലൈഫ് അത് ഏത്. ഇന്നലെ നീ കാരണം അവൾ എന്റെ കഴുത്തിന് പിടിച്ച് വെളി തള്ളി. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലടാ. വെറുതെ പ്രാന്ത് കേട്ടില്ല. ഫോണിൽ വന്നേ. സോറി ഡാർലിംഗ്. ജെനി വന്നിരിക്കടാ. ആ പിശാശ് ഇവിടേക്കൊന്നും വരാൻ തോന്നില്ല. വരികയല്ല, നിക്കാടാ. ജെനി, എന്താ ഓഫീസിലേക്ക് ഇവിടെ അല്ല പുറത്ത് സംസാരിക്കാം. ജെനി, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ അവര് എന്താ വിചാരിക്കാം? വാ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. വാ, ഇവിടെ നിൽക്കണ്ട. വാ, പുറത്ത് പോവാ. അവള് റെസ്യൂം തന്നു, സെലക്ഷനും കിട്ടി. സർപ്രൈസ് കൊടുക്കാൻ പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ഓഫീസിൽ വരാതെ വേറെ ഏത് ഓഫീസിൽ പോവാനാ? അതിന് ഓട്ട മത്സരം കഴിഞ്ഞ പോലെ ഇങ്ങനെ നിന്ന് വേർക്കുന്നത് എന്തിനാ? എന്നെന്തിനാ ടെൻഷൻ എടുപ്പിക്കുന്നേ? മതി, വായടിച്ച് പണിയെടുക്കാൻ നോക്ക്. ഓക്കേ. പറഞ്ഞില്ലല്ലോ ഇവിടെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന്.
ബേബി എന്റെ ഓഫീസിൽ തന്നെയാണ് കയറാൻ പോകുന്നത് നേരത്തെ പറയായിരുന്നില്ലേ? എന്തേ നിങ്ങളുടെ റൊമാൻസ് ഇല്ലാതായി പോകുന്നുള്ള പേടിയാണോ? നീ വരുമ്പോ ഗ്രാൻഡ് ആയിട്ടൊരു സെലിബ്രേഷൻ ഒക്കെ വെക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ കണ്ടല്ലോ നിങ്ങളുടെ സെലിബ്രേഷൻ ഓഫീസിൽ. അവളെ കണ്ട ഹാപ്പി, എന്നെ കണ്ട പിശാചിനെ കാണുന്ന പോലെ അല്ലേ? ഞാൻ ആ ഫോൺ തിരിച്ചു വാങ്ങാൻ വേണ്ടി പോയതാ. ഇന്നലെ നിന്നെ വിളിച്ചിട്ട് ആവശ്യമില്ലാതൊക്കെ പറഞ്ഞില്ലേ, അതിന് ഞാൻ അവൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഡ്രാമ കളിക്കല്ലേ? ഞാൻ നിന്റെ മുമ്പിൽ എന്റെ മുന്നിൽ പോ. ശരി, ഒരു ഉമ്മ തന്നിട്ട് ഞാൻ നീ കഴിക്കുന്നില്ലേ? ഇല്ല. അതെന്താ? വിശക്കുന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. നീ ഇതെന്താ ചെയ്യാ? നീ കഴിക്ക. എനിക്ക് വിശക്കുന്നില്ല. കഴിക്കടാ, ഒന്ന് കഴിക്ക്. ഓ ശരി. ഇതാ വെള്ളം കുടിക്കേ. കുടിക്കേ. ഏയ്, ഇതെന്താ നീ വെള്ളം കുടിച്ചപ്പോ അവന്റെ ഇക്കിള് മാറിയ? വാട്ട് എ മിറാക്കിൾ മെഡിക്കൽ അല്ലേ? ശരി. ഏയ്, നീ ഫുഡ് കൊണ്ടുപോയില്ലെങ്കിൽ അവൾ എന്തിനാ തരുന്നേ? അതെ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്താ മൊത്തം? നീ ഫുഡ് കൊണ്ടുപോയില്ലെങ്കിൽ അവൾ എന്തിനാ തരുന്നേന്ന് നീ അവളുടെ അടുത്തല്ലേ ചോദിക്കണ്ടേ? ആയിക്കോട്ടെ, അവള് കൊടുത്തെന്ന് വെച്ച് നീ എന്തിനാ കഴിക്കാൻ പോയെ? എനിക്ക് വിശന്നിട്ടാടി, നീ ഒന്നും തന്നില്ലല്ലോ. ശരി, നിനക്ക് എക്കള് വന്ന അവളെന്തിനാ വെള്ളം കുടിക്കുന്നേ? അത് നീ അവളോട് തന്നെ ചോദിക്കണം. ഓക്കെ, അവള് വെള്ളം കുടിച്ചപ്പോ നിന്റെ എക്കൾ എങ്ങനെ നിന്നത്? ഇതിന് മറുപടി പറയേണ്ടത് നീയാ. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ എങ്ങനെ ഉത്തരം പറയാനാടി? പറയാൻ വെള്ളം കുടിച്ചിട്ട് നീ എന്താ എന്നെ അങ്ങ് കളിയാക്കാണല്ലോ. അതെങ്ങനെ മൊത്തം എനിക്ക് പറയാൻ പറ്റുക? ഞാൻ അല്ല, ജയ എവിടെ? അവന് പനിയാണെന്ന് പറഞ്ഞ് മേളിൽ കിടന്നുറങ്ങുക. അതൊക്കെ. വർഷം എവിടെ? അവള് ഹോസ്പിറ്റലിൽ പോയെന്നാണല്ലോ പറഞ്ഞത്. ജയ്ക്ക് പനി പിടിച്ചു, പക്ഷെ വർഷ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. വാട്ട് എ ഫണ്ണി വേൾഡ്. എന്താ സർ, ലവ് ഫെയിലിയർ ആണോ? ഇവിടെ ഒറ്റയ്ക്കെന്ന് വെള്ളടിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കടി. I've seen everything. നിനക്ക് പനി വന്ന അവൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അവൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ നീ ഇവിടെ ഡ്രിങ്ക്സ് കഴിക്കുന്നു. എന്താ ഇത്, പ്രേം പൂജാരിയാണോ നീ? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറയുന്നത്? അവളുടെ അമ്മ ഹോസ്പിറ്റലായിരുന്നു, അവള് ഹോസ്പിറ്റലിലേക്ക് പോയി. അതെങ്ങനെ അറിയാം? എല്ലാ കാര്യങ്ങളും പറയാറുണ്ടല്ലോ. ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞതാ. അവളോട് സംസാരിക്കാനാണ് ഓഫീസിൽ പോണേ? നിന്നെ കൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂ? കണക്ഷൻ ഉള്ളതുകൊണ്ടല്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്നേ. പൊടി വെറുതെ. ഒരുപാട് ഓവർ ആവുന്നുണ്ട്. നിനക്ക് മാത്രമല്ല, എനിക്കും ദേഷ്യം വരും. ദേഷ്യം വന്നത് ഇതുപോലെ നടന്നു. ബിയറാണ് പൊട്ടിക്കുന്നത്, നിന്റെ ബിയർ ഞാൻ എടുത്ത് കുടിക്കും. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇനി മുതൽ എന്റെ ക്യാബിന ഇതാ, നീ എന്റെ കാര്യം നോക്കി പോയി. അതെന്താ? എല്ലാം നിന്നോട് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ അടുത്തിരിക്കുന്നത് നിനക്ക് ഇഷ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ല. ശരി, വാ പോ. നീ ഇത് എന്ത് ചെയ്യാ? എന്താന്ന് പറ. എന്താന്ന് പറ. ഏയ്, നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. കം ഔട്ട്. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഞാൻ ജയനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിനക്ക് അറിയണം, അത്രയല്ലേ ഉള്ളൂ. ഈ കാര്യം നിന്നോട് സംസാരിച്ച ക്ലിയർ ആണെന്ന് കരുതിയതാ. എന്താ ക്ലിയർ ചെയ്യാൻ പോന്നെ? നീ കൈ പിടിക്കുന്നു, വീട്ടിൽ വിളിച്ചോണ്ട് പോയി ബീർ കുടിക്കുന്നു. അവന്റെ വൈഫ് ഞാനാണോ അതോ നീയാണോ? ഓ, അതിൽ നിനക്ക് ഡൗട്ടാണോ? സഹോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്ന് കൊന്നുകളയും ഞാൻ. ഓ, ഞാൻ സഹോദരനെ ഉദ്ദേശിച്ച. ഇതും വിളിക്കാൻ കൊള്ളാം. സഹോ, ഈ കാര്യം ഞാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യണമെന്ന് കരുതിയിരുന്നതാ. പക്ഷേ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മൃഗത്തെ നീയാണ് ഉണർത്തിയത്. അടുത്ത വർഷം ഈ ദിവസം നിന്റെ കലണ്ടറിൽ കുറിച്ചു വെച്ചോ. ഈ വർഷയുടെ മറ്റൊരു വർഷം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. കൗണ്ട് ഓൺ സ്റ്റാർട്ട്സ്.
ബേബി, നീ ഒന്നിനെ അങ്ങനെ ചെയ്തേ? ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചിനെ എല്ലാരും മുമ്പിലോട്ട് തല്ലി. എല്ലാവരും നിന്നെയല്ല തെറ്റിദ്ധരിക്കുക. എന്നെ എല്ലാരും മോശമായിട്ട് കാണുന്നുള്ളതാണോ വിഷമം, അതോ അവളെ അടിച്ചതിലാണോ വിഷമം? എന്ത് ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ്, നീ അല്ലടാ എല്ലാം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ടാ ഞാനിങ്ങനെ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ. നിന്റെ വേർത്ത് ഞാൻ ട്രെയിനിൽ കണ്ടതല്ലേ. എപ്പോ നോക്കിയാലും ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞോളൂ. മാറ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, നീ ഒന്ന് വിശ്വസിക്കേ. അതുകൊണ്ടായിരിക്കും അവൾ അഹങ്കാരം കാണിച്ചതും ചാലഞ്ച് ചെയ്തതും പുതിയ വേർഷൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞത്. വേറൊരു പ്രശ്നം അതെന്തായിരിക്കും? നിനക്കിനി അതും കാണണമെന്നുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചതല്ലേ. എന്ന് വാലോർക്ക് ചെല്. നിനക്ക് പോയി തുറന്നൂടെ? അതെ, നമ്മുടെ മുന്നിൽ വഴക്കല്ല, നീ പോയി തുറന്നാ മതി. ഐ എം ഈറ്റിംഗ് ഫുഡ്, യു ഗോ. ശരി, അത് ഞാൻ കഴിച്ചോളാം, നീ പോയി തുറക്ക്. ഇതൊക്കെ കഴിച്ചു തീർക്കണല്ലോ. ഏയ്, നീ എന്താ ഈ സമയത്ത് ഇവിടെ? വർഷ വെർഷൻ 2.0. ഓക്കേ, വാട്ട് ആർ യു ബ്ലാബറിംഗ്? ഐ ആം നോട്ട് ബ്ലാബറിംഗ് സഹോ. ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നേ. ഏയ് ഏയ്, എങ്ങോട്ടേ പോകുന്നേ? ജസ്റ്റ് കം ഹിയർ. ഇത് നിങ്ങളുടെ റൂമാണോ? ആ, എടുത്തോ എടുത്തോ. ഞാൻ ചോദിക്കുന്നതൊന്നും നീ കേൾക്കുന്നേ ഇല്ലല്ലോ. ഹായ്, ഇതാണ് എന്റെ മുറി. താങ്ക്സ് സഹോ. ജയ്, ഇങ്ങ് വന്നേ. എന്താ മുത്തേ? ദേ നോക്കിയേ, ഇവളെന്താ നീ വിളിച്ചു വരുത്തിയേ? ഞാൻ വിളിച്ചതൊന്നുമല്ല. പാതിരാത്രിക്ക് ലഗേജ് എടുത്തോണ്ട് വന്നിരിക്കുക. എന്തിനാന്ന് ചോദിച്ചാ ഇത് അവളുടെ വീടാണ്. അവളുടെ വീടോ? ജസ്റ്റ് ആസ്ക് ഹർ ടു ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. എടീ, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? രാത്രി വീട്ടിൽ കയറി ഒന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. മര്യാദയ്ക്ക് നിന്റെ തിങ്സ് ഒക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കി. ഓടി പോകാം. പോകുന്നതിന് മുമ്പ് ആ 4ാമത്തെ ബിയർ കുടിച്ചതിന് ശേഷം എന്താ നടന്നെന്ന് പറയട്ടെ. എന്ത് നടന്നു? ആഹാ, ഒരു മിനിറ്റ്. ജെനി, അവള് ചുമ്മാ കയറി വന്നതാ. കുറച്ച് കഴിയുമ്പോ തിരിച്ചു പോവാന്നാ പറഞ്ഞേ. പക്ഷെ ഈ പാതിരാത്രി ഒരു പെങ്കൊച്ചനെ തനിച്ചയക്കുന്നത് ശരിയല്ലല്ലോ. ഓ, ലേറ്റ് നൈറ്റിൽ ഒരു പെണ്ണിനെ വീട്ടിൽ കയറി താമസിപ്പിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ല, രണ്ടും ശരിയല്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കാലത്ത് പാല് വരുന്നതിന് മുമ്പ് പറഞ്ഞേക്കാല്ലേ? അങ്ങ് മാറി. ജെനി, നാലാമത്തെ ബിയർ അടിച്ചതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഒന്ന് ചോദിച്ചിട്ടൊന്നല്ലോ. എന്തു പറ്റും മോനെ? ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? ഞാനൊരു കമ്പനി തരട്ടെ? കമ്പനി ഒന്നും വേണ്ട, ഒരു ചെറിയ സംശയം ഒന്ന് എനിക്ക് കേട്ട്. എന്താടാ അവളോട് കൊഞ്ചിക്കൊണ്ടിരിക്കണോ? പുറത്തെങ്ങാനും ഇറങ്ങിയ കട്ട് ചെയ്ത് കളഞ്ഞ. ഹായ് ജെനി, നല്ല ചൂട് ഗ്രീൻ ടീ വേണോ? ഗെറ്റ് ഔട്ട്. ഞാൻ എന്തിനാ പോകുന്നത്? നിന്നോട് പുറത്തിറങ്ങാനാ പറഞ്ഞേ. സഹോ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, ഐ വിൽ കിൽ യു. നിന്നോട് എന്ത് സംസാരിക്കാനാ? നീ ജയോട് വരാൻ പറ, ഞാൻ അവനോട് സംസാരിച്ചോളാം. ഹായ് വർഷ, ഗുഡ് മോർണിംഗ്. ഹായ്. എന്താ ഇത്? രണ്ടുപേരും കൂടെ ഡ്രാമ കളിക്കാണോ? നീ ഇവിടെ എന്താ എടുക്കുക? കാലത്ത് എന്നിട്ട് പൊക്കോളന്ന് വിചാരിച്ചപ്പോ വീണ്ടും ഇവിടെ ഇരിക്കാ. നീ പേടി. കൂൾ കൂൾ കൂൾ. പോകാം. പോകുന്നതിന് മുമ്പ് എന്താണെന്ന കഥയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോ. സഹോ, നടന്ന കാര്യം കേട്ടിട്ട് നീ തീരുമാനിക്കേ. അന്ന് വണ്ടി പഞ്ചറായപ്പോ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവാൻ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ഇവൻ ചോദിച്ചു. അതെ, ശരി, ഫ്രണ്ട് അല്ലേ, എന്നാ പിന്നെ ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് കരുതി. അവിടെ ചെന്നപ്പോ പടി വരെ എത്തിയില്ലേ, അകത്തേക്ക് കേറുന്നില്ലേ എന്ന് ചോദിച്ചു. അതെ, കോഫി വേണോ ടീ വേണോ എന്ന് ചോദിച്ചപ്പോ ബിയർ വേണമെന്ന് പറയാം. ആയിക്കോട്ടെ എന്ന് കരുതി അച്ഛന്റെ ബിയർ എടുത്ത് കൊടുത്തു. 2-3 ബിയർ കുടിച്ചിട്ട് സൈഡ് ഡിഷ് ആയിട്ട് എന്നോട് കിസ് ചോദിച്ചു. കിസ് ഞാൻ ചോദിച്ചില്ല. അവളാണോ ചോദിച്ചത്? അല്ല, ഞാൻ ചോദിച്ചില്ല. അപ്പോഴാ മനസ്സിലായത് 2 ബിയറിൽ കൂടുതൽ കുടിച്ചാ എന്തെങ്കിലും പറയുകയും ചെയ്യുന്ന ആളാന്ന്. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. നീ പറ. വീട്ടിലേക്ക് പോടാ, പാവൻ ജെനി നിന്നെ കാത്തിരിക്കലെന്ന് പറഞ്ഞു. അത് ജെനിയല്ല, എനിക്ക് വന്ന കണ്ണിന് ശനിയാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നീ? കള്ളം, പച്ചക്കള്ള പറയുന്നത്. ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? എനിക്കത് കേട്ടപ്പോ തന്നെ ദേഷ്യം വന്നു. അത് കേട്ടുപാട് അവനെ പുറത്താക്കാൻ നോക്കിയപ്പോ 4ാമത്തെ ബിയർ കൊടുത്താലേ പോകുള്ളത്രേ. 4ാമത്തെ ബിയർ കുടിച്ചിട്ട് അവൻ എന്താ ചെയ്തെന്നറിയോ? വീട്ടിൽ വേണം, അത് തറ മോശാവില്ലേ, അതുകൊണ്ട്.
broken my trust, Jay. അല്ല ജനി അവൾ അത് കള്ളം അങ്ങനെ പറയണ്ട നീ. കഴിച്ചതിനും പ്രശ്നമായിരിക്കുള്ളൂ. കള്ളം പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ എനിക്കും ഇങ്ങനെ വോമിറ്റിംഗ് വന്നായിരുന്നു. സത്യം ജനി എന്നെ കണ്ടു സഹോ, എന്നെ കൊണ്ട് ഛർദിപ്പിച്ചു. നുണേ, ഞാൻ അങ്ങനെയുള്ള ആളല്ല ജനി. നിന്റെ ഭർത്താണല്ലോ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചോദിക്കേ. ഇത്രയ്ക്ക് പാവം പിടിച്ച എന്നെ ഒറ്റ രാത്രി കൊണ്ട് ലോകം തന്നെ കാണിച്ചു തന്നു. അടിപൊളിയായിരുന്നു. അവള് അഭിനയിക്കാൻ ഭയങ്കര അഭിനയ. നീയാണോ അത് ഇവളാണോ അഭിനയിക്കുന്നത്? അവൻ അഭിനയിക്കുന്നത്. അവളെ അഭിനയിക്കുന്ന നോക്കി. അവൻ അഭിനയിക്കുന്നത്. കള്ളം പറയാം. അവളെ കണ്ണു നോക്കി. അല്ല ജനി, അവൻ അഭിനയിക്കുന്നത്. കണ്ണിലേക്ക് നോക്കി. രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങി പോയേ. എന്താ സഹോ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് വന്നേക്കുന്നെ? നീയാണോ അതോ ഇവനാണോ ഫ്രോഡെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് ഇന്ന്. വാ. നിങ്ങൾക്ക് ഇവള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയണം. അതല്ലേ വേണ്ടേ? അതെ ഡോക്ടർ. യൂറിൻ സാമ്പിൾ കൊടുത്തിട്ട് പോയിക്കോ. ഹാഫ് ആൻ അവറിൽ റിസൾട്ട് വരും. ഓക്കെ, വാ വാ വാ. ഡോക്ടർ, റിസൾട്ട് എന്താ വരിക? എന്താ നിനക്കതേ പറ്റി അറിയില്ലേ? അതറിയാത്തോണ്ട് ഇത്രയും പ്രശ്നം. നമ്മളിങ്ങനെ നേരി കാണും എങ്ങനെ മനസ്സിലാക്ക? തൽക്കാലം റിസപ്ഷനിൽ പോയി വെയിറ്റ് ചെയ്യ്, ഞാൻ പറയാം. ഹലോ. ഏയ് എഴുന്നേക്ക്. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? ജസ്റ്റ് ഹാഫ് ആൻ അവർ. റിസൾട്ട് നെഗറ്റീവ് എന്ന് വന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ നിന്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് പോയിക്കോളാം നീ. സഹോ പോസിറ്റീവ് എന്നെങ്ങാനും വന്നാ? അപ്പൊ കല്യാണം കഴിക്കല്ലേ? എങ്കിൽ ഓക്കെ. പോസിറ്റീവ് ഒന്നും വന്നാലല്ലേ നീ അതിനെങ്ങനെ ടെൻഷൻ ആവുന്നത്? ആരുടെ കൂടെ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല, ആരുടെയും കൂടെ ചെയ്ത എനിക്കറിയാലോ. അത് സ്ലിപ്പായി ഇങ്ങനെ വന്നു പോയതാ. ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. സഹോ ദേ ഡോക്ടർ വരുന്നു. മിസ്സസ് ജയ്. യെസ് സഹോ, ഡോക്ടർ എന്നെ വിളിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ പ്രഗ്നന്റ്. ഒന്നുകൂടി നോക്കി നോക്കി പ്ലീസ്. എത്ര തവണ നോക്കിയാലും താൻ ചെയ്തൊന്നും മാറാൻ പോകുന്നില്ല. ഗുഡ് ജോബ്. താങ്ക്സ് ഡോക്ടർ. ഇത് എന്താ ഇത്? ഡോക്ടർക്ക് വല്ല കള്ളം പറയാന്ന? പ്ലീസ് ഒന്ന് വെറുതെ വിടന്നെ. ജേനി ഓടിക്ക് വന്നോ? ഹലോ, എന്താ എന്താ? ഹലോ, ഞാൻ അഡ്വക്കേറ്റ് പോളാ സംസാരിക്കുന്നത്. റഫീഖിന്റെ കേസ് ഒരു വലിയ വിഷയമേ അല്ല. ഞാൻ ഇന്നലെ ആ രാമനാഥനോട് സംസാരിച്ചതാ. അതേന്നേ, നേരം വെളുക്കുന്നവരെ ഞാൻ സംസാരിച്ചു. നിങ്ങൾ റഫീഖിനോട് ഇങ്ങോട്ട് വരാൻ പറ. അവന്റെ കേസ് ഞാൻ തീർത്തേക്കാം. വെറുതെ കൊണാന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിട്ട് വെച്ചിട്ട് പോടോ. ശരി തന്നെയാ. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ കേസിലേക്ക് വരാം. നിങ്ങൾ രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമെങ്കിൽ പോയിന്റ് സ്ട്രോങ് ആയിരിക്കണം. ഫിൽറ്റർ കോഫി പോലെ പോയിന്റ്സ് രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞാട്ടെ. പറഞ്ഞു. നീ പറ. ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്നത് നീയല്ലേ? അപ്പൊ നീ തന്നെ പറയും. ഇവന് കല്യാണത്തിന് മുമ്പേ ഒരു അഫയർ ഉണ്ടായിരുന്നു സർ. സാർ, അവൾക്കും ഒരു അഫയർ ഉണ്ടായിരുന്നു. സൂപ്പർ പോയിന്റ്. ഓക്കെ, ആരുമായിട്ടാ? ഇവനുമായിട്ട് തന്നെ. തനിക്ക് ഇവളോട് തന്നെ. ഞാനൊരു ഊളയാണെന്നാണ് ഈ രണ്ടും വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ശരി, അതൊക്കെ പോട്ടെ. ബാക്കി പറ.
സർ ഓഫീസിൽ പോയി എന്നെ ജോലി ചെയ്യാൻ പോലും സമ്മതിക്കില്ല. 100 തവണ കോൾ ചെയ്ത് ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സർ, ഒരു ദിവസം 1 മണിക്കൂർ ഞാൻ വിളിക്കാതിരുന്നുള്ളൂ. അതിന്റെ പേരും പറഞ്ഞാൽ ഒരാഴ്ചയാണ് കൊല്ലാകൊല ചെയ്തേള്. അതിന് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് എനിക്കിട്ട് പണി തരാൻ വന്നിരിക്കണോ? എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ വെച്ച കഴിക്കില്ല. ഞാൻ വാങ്ങി വെച്ചു കൊടുക്കണത്രേ. എടി വൃത്തിയായിട്ടോളെ, പാരി തരുമ്പോ കയ്യിൽ കടിക്കുന്നത് നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? സംടൈംസ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ എന്റെ പേരിൽ ചോദിക്കും. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച ഡൈനിങ് ടേബിൾ അങ്ങ് ഉടച്ചു കളഞ്ഞു. ഉടച്ചു കളഞ്ഞോ? നമ്മുടെ ചേർന്ന് ഉടച്ചെന്ന് പറ. ഡൈനിങ് ടേബിൾ നമ്മൾ സാർ, ഡൈനിങ് ടേബിളിന്റെ മുകളിൽ റൊമാൻസ് നടത്തിയ ഭയങ്കര ഫീൽ ആയിരിക്കും പറഞ്ഞിട്ട് എന്നെയാണ് ഇവിടെ നിർബന്ധിച്ച് കൊണ്ടുപോയേ. രാത്രി ബോക്സർ ഇട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞ അത് കേൾക്കില്ല സർ. എന്താടോ സർ, അതെനിക്ക് ചെറുപ്പം മുതൽ ശീലമായി പോയി. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ. എടോ അനിയ, താൻ പറയുന്ന ഈ കാരണം ഓവർ സ്ട്രോങ് ആയി പോയിടോ. ലൈറ്റ് ആയിട്ട് പറഞ്ഞാ ഞാൻ ശ്രമിച്ചു നോക്കടോ. സാർ, ഇടയ്ക്കിടയ്ക്ക് എന്നെ തലയ്ക്ക് അടിക്കാറുണ്ട്. അപ്പൊ നീ എന്താ എന്റെ പുറത്ത് അടിക്കാറില്ലേ? എടി, നീ എന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കാറില്ലേ? നീ എന്റെ ലിപ്പ് കടിക്കാറില്ലേ? നീ എന്റെ കവിളിൽ കടിക്കാറില്ലേ? നീ എന്റെ ഇടുപ്പിൽ പിടിച്ചാറില്ലേ? നീ എന്റെ ബാക്കിൽ പിടിച്ചിട്ടല്ലേ? നീ എവിടെ പിടിച്ചെന്ന് ഞാൻ പറയൂട്ടോ. ഡോ, ഞാൻ പിടിച്ചടോ. സാർ, എടോ പോയിന്റ് കണ്ടുപിടിച്ചെന്ന്. അല്ല, ഇയാൾക്ക് അവന് 1 മണിക്കൂർ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് തോന്നല്ലോ. അതെ സർ. അപ്പൊ അതാണ് കഥ. തനിക്കടോ ഹാഫ് ആൻ അവർ പോലും കഷ്ടം സാറേ. രണ്ടെണ്ണം കൂടെ. ഡോ, ഈ ഒരു കേസ് എടുത്തോണ്ട് ഞാൻ കോടതിയിലേക്ക് എങ്ങനെ പോയാണ്ടല്ലോ, ആ ജഡ്ജില്ലേ അയാൾ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂടോ. എന്നാ പിന്നെ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. വാടി, നമുക്ക് പോവാം. പോയിട്ട് വരാം സർ. വാ, കേറകത്ത്. ഒന്നകത്ത് കേറ്. അകത്ത് കേറാനല്ല പറഞ്ഞു. സോറി മനുഷ്യൻ. സൂയിസൈഡ് ചെയ്യാൻ ആദ്യം വിചാരിച്ചത്. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നേരെ ലോയറെ കാണാൻ വന്നത്. ഡിവോഴ്സ് ചെയ്യണമല്ലേ? എന്നാ പിന്നെ വർഷയുടെ കാര്യം പറയായിരുന്നില്ലേ? വക്കീലിനടുത്ത് ആ കാര്യം മാത്രം പറയാതിരുന്നേ. നിന്റെ മുഖം കണ്ടപ്പോ അതൊന്നും പറയാൻ തോന്നിയില്ല. കണ്ടോ മുഖം നോക്കി. ഇങ്ങനെ പഞ്ചപാവത്തിനെ പോലെ മുഖം വെച്ചോണ്ടിരുന്ന ഇങ്ങനെ പറയാൻ പറ്റും? നമുക്കിടയിലേക്ക് വേറൊരു പെണ്ണ് കയറി വന്നെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുക. ഞാനൊന്നും ചെയ്തിട്ടില്ലടി. അന്ന് രാത്രി അവളുടെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് സത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ടെസ്റ്റ് പോസിറ്റീവ് ആയത്? ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അന്ന് ട്രെയിനിൽ വെച്ച് നമ്മുടെ കാര്യത്തിൽ സംഭവിച്ചില്ലേ, അതുപോലെ അറിയാതെ എന്തെങ്കിലും വർഷയുടെ കാര്യത്തിൽ സംഭവിച്ചതായിരിക്കും. അപ്പൊ നിനക്ക് ഞാനും അവള് ഒരുപോലെയാ? അയ്യോ, ദൈവത്തെ ഓർത്ത് ഈ സബ്ജക്ട് ഇവിടെ വെച്ച് നിർത്തിയാലോ നമുക്ക്? എനിക്ക് കുറച്ച് ദിവസം സമയം എന്താ, ഞാനത് എങ്ങനെയും ക്ലിയർ ചെയ്തോളാം. എന്താന്നറിയില്ല, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും എനിക്ക് നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അത് പിന്നെ എനിക്ക് അറിയാവുന്നതല്ല ചക്കരെ. എന്നാ പോയാലോ? എന്തോറ്റ് ജയ്, ദേഷ്യപ്പെട്ടു പോയവളെ വിട്ടിട്ട് വരുമെന്ന് കരുതിയപ്പോ വീണ്ടും വിളിച്ചോണ്ട് വന്നിരിക്കുന്ന എന്തിനാ? വർഷ പ്ലീസ്. സഹോ, റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞിട്ട് കല്യാണം അമ്പലത്തിൽ വെച്ചായിരിക്കോ അതോ മണ്ഡപത്തിൽ വെച്ചായിരിക്കോ? ജസ്റ്റ് ഗോ ടു ഹെൽ. സോറി വർഷ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്തു പോയ തെറ്റ് കാരണം ഇപ്പം എല്ലാവർക്കും അത് പ്രശ്നമായത്. നിനക്കറിയാവുന്നതല്ലേ, അന്ന് ഞാൻ കുടിച്ചുകൊണ്ട് പറ്റിപ്പോയതാന്ന്. ഇപ്പം ഈ കുട്ടി എങ്ങാനും ജനിച്ചു കഴിഞ്ഞാലുണ്ടല്ല, അത് നിനക്കും അറിയില്ല എനിക്കും അറിയില്ല, എന്തിനു വേണ്ടി ജനിച്ച കുഞ്ഞിനെ പോലെയോ. അതിന് അതുകൊണ്ട് നീ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് നീ അത് ഇപ്പം തന്നെ പ്ലീസ്. ഓ, അബോർഷൻ ചെയ്യാനാണോ? അല്ല, എനിക്കങ്ങനെ പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. പ്ലീസ് വർഷ. ഓക്കെ, ഞാൻ പോയേക്കാം. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിനാ പോലീസ് സ്റ്റേഷനൊക്കെ? പിന്നെ പിന്നെ എവിടെ പോവാനാ ജയ്? പറയ് ജെനി. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? ഒരു മിനിറ്റ്. പോലീസ് സ്റ്റേഷനിലേക്ക് എന്തിനാ? കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. നീയായിട്ട് പ്രഗ്നന്റ് ആക്കും, എന്നിട്ട് നീ അബോർഷൻ ചെയ്യാൻ പറയും. ഇത് എന്ത് വലിയ ക്രൈം ആണെന്നറിയോ? ഇതിന് കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയോ? ജയ്, വരുന്നു. എന്ത് ശിക്ഷയാടാ? അത് ഞാൻ നോക്കട്ടെ. എന്ത് ശിക്ഷയായിരിക്കും? ലൈഫ് ഫുള്ള് ജയിലിൽ കിടക്കണം. കേരളത്തിലുള്ള സകല ജയിലുകളിലും മാറി മാറി കിടന്ന് നരകിക്കേണ്ടി വരും. അവള് അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഓക്കെ, ഫൈനലായിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോയില്ല. ശരി, അപ്പൊ ഈ വീട്ടിലേതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ഇരുന്നോളണം. അതെ, ഒരുപാട് കണ്ടീഷൻസ് ഒന്നും പറയണ്ട. നീ വെറും വൈഫാ, ഞാൻ അവന്റെ കുഞ്ഞിന്റെ അമ്മയാ. ലീഗലായിട്ട് നോക്കി നിന്നെക്കാൾ റൈറ്റ്സ് എനിക്കാ. റൈറ്റ്സ് അധികം ഉണ്ടെന്നോ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവനെ നമുക്ക് ഷെയർ ചെയ്യാം. എന്താ ഷെയർ ചെയ്യാന്നോ? ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്താ ഷെയർ ഔട്ട് വല്ലതാണോ? ഷെയർ ചെയ്യാന്നോ? നിന്റെ റൂമിൽ 3 ദിവസം, എന്റെ റൂമിൽ 3 ദിവസം. അയ്യോ, കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നുക. ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതെന്താ? പിന്നല്ലാതെ ആഴ്ചയിൽ 3 ദിവസം ഇവിടെ, 3 ദിവസം അവിടെ, ബാക്കി ഒരു ദിവസം ഞാൻ അവിടെ പോനെ. So this is your problem, eh? അയ്യോ ജെനി, Seriously, I'm going to kill you. നിനക്ക് 3 ദിവസം എന്റെ കൂടെ 3 ദിവസം അവിടെ വേണമല്ലേ? നാണമില്ലേ നിനക്ക്? ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓപ്പൺ ചെയ്യ. ഞാനും നിങ്ങളുടെ കൂടെ വരാം. ഏയ്, സ്കൂട്ടിയിൽ വന്നാ മതി. ഞാനെന്തിനാ സ്കൂട്ടിൽ വരുന്നേ? കാറിൽ എനിക്ക് ഷെയർ ഉണ്ട്. സഹോ, പുറകെ പോയിരിക്കും സഹോ. ഞാനെന്തിനാടി പിന്നിലിരിക്കുന്നേ? ഞാൻ കൺസീവ് ആയിട്ടിരിക്കല്ലേ. പുറകെ ഇരുന്ന വല്ലാണ്ട് കുലുങ്ങും. അത് കുഞ്ഞിന് നല്ലതല്ലല്ലോ. എന്താ ഇത് ജെ? അവള് പറയുന്നതിലും കാര്യമുണ്ട് ജെനി. അല്ല, പിന്നിലിരുന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ഒക്കെ വരില്ലേ? ഒന്നത് കൺസീവ് ആയിരിക്കല്ലേ. തൽക്കാലം നീ പിന്നെ പോയിരിക്കേ. ചെല്ല് ചെല്ല്. എന്താ അല്ല പിന്നെ ലുക്ക്, ഇതൊക്കെ വീട്ടിനകത്ത് മാത്രം മതി. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നീ വേറെ, ഞങ്ങൾ വേറെ. മനസ്സിലായോ? ആ, മനസ്സിലായി മനസ്സിലായി. ജയ്, സീരിയസ് ആയിട്ട് പറയാ, ഈ കാര്യം പുറത്ത് ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ഉറപ്പായിട്ടും ജീവനോടെ ഉണ്ടാവില്ല. ഒരു അറ്റാച്ച്ഡ് ബാറുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ ജോലിക്ക് വന്നത് തന്നെ. 5 മിനിറ്റ് പോലും എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ല. പെൻഡ്രൈവ് ഫയലെന്നും പറഞ്ഞ് വെറുപ്പിച്ചോണ്ടിരിക്കുക. ഡാർലിംഗ്, പെൻഡ്രൈവ്. എന്ത് പെൻഡ്രൈവ്? ഒരു പെൻഡ്രൈവ് തന്നിരുന്നില്ലേ? നീ എപ്പോഴാണ് ഡാർലിംഗ് എനിക്ക് പെൻഡ്രൈവ് വന്നേ? ഡാർലിംഗ്, ഞാൻ ഇന്നലെ ഈവനിംഗ് ഒരു പെൻഡ്രൈവ് തന്നിരുന്നു. ഇന്നലെ ഈവനിംഗ് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ. എടാ, ബാറിൽ വെച്ച് റെഡ് കളർ പെൻഡ്രൈവ് തന്നിരുന്നു ഞാൻ. ബാറിൽ വെച്ചോ? അപ്പൊ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിക്ക്, എവിടെ വെച്ചാന്നറിയില്ല. കണ്ടോ ജെനി? നീ തന്ന ഉറപ്പാണോ? നിന്നെയൊക്കെ ഹേയ്, ഫോൺ ചെയ്ത ഭയങ്കര സീനാണല്ലോ നീ. That much I'm busy. ഏയ്, എന്താടി നീ കാണിച്ചോണ്ടിരിക്കുന്നത്? ഇതെന്നല്ല സംസാരിച്ച കാര്യല്ലേ, വിട്ടു പോകാതിരിക്കാനാ ആക്ഷൻ എടുത്തത്. മോനെ, ഇന്ന് ഈ റൂമിലാ കേട്ടോ. നീ എന്താ കളിക്കാ? അവൻ നടക്കും നീ വിചാരിക്കാൻ വേണ്ട. അതെന്താ? വേണ്ട, ഞാൻ വേറെ എന്ത് ചെയ്യാനാ ജെനി? ആ റൂമിൽ AC ഇല്ല, ഞാൻ അവിടെ എങ്ങനെ ഉറങ്ങും? നോക്കിയ മര്യാദ. താങ്ക് യു സഹോ. ഗുഡ് നൈറ്റ്. എന്താടാ മോനെ, ഉറക്കം വരുന്നില്ലേ? ബിയർ അടിച്ച ചിലപ്പോൾ ഉറക്കം വരും, പക്ഷെ ജെനി അത് തരില്ലല്ലോ. നിനക്കിപ്പോ ബിയർ അല്ലേ വേണ്ടത്? എന്താ കിട്ടോ? വെയിറ്റ് ചെയ്യ്. എങ്ങനെയുണ്ട്? താങ്ക് യു. എന്തിനാണ് ഇത്രയും സ്പീഡ് കുടിക്കുന്നത്? ഇതൊരെണ്ണം കഴിച്ചിട്ട് എത്ര ദിവസം എന്നറിയോ? പക്ഷെ തീർന്നുപോയി. വൺ മോർ. അപ്പൊ ഇനിയും കിട്ടോ? കിട്ടുമല്ലോ. ഇതെങ്ങനെ നീ മാജിക് കാണിക്കുന്നത്? നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഹായ്, നല്ല ചിൽഡാണല്ലേ. തീർന്നു പോയല്ലോ. വരുന്നില്ല. അതങ്ങനെ എല്ലാവർക്കും വരില്ലല്ലോ മോനെ. എല്ലാവർക്കും വരില്ലല്ലേ? വൺ മോർ വേണോ? മതി മതി. അതെന്താ? അല്ല, 2 ബിയറിന് മുകളിൽ ഞാൻ കുടിച്ചാലേ പിന്നെ എന്താ ചെയ്യാന്ന് ബോധം ഉണ്ടാവില്ല. എന്താ ചെയ്യാ? ഇങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട്
ഇങ്ങനെ കിസ്സടിക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ കിടത്തും. എന്താ സഹോ, പേടിച്ചു പോയോ? എന്തൊക്കെയോ പ്രതീക്ഷിച്ചു വന്ന പോലെ ഉണ്ടല്ലോ. സോറി, കിച്ചണാന്ന് വിചാരിച്ച് ഡോർ ഓപ്പൺ ചെയ്തു പോയതാ. നമ്മുടെ കിച്ചണിൽ ഡോറൊന്നും ഇല്ലല്ലോ. അതെനിക്കറിയാം. ആ, നിന്റെ ലവ് മാറ്റർ പറഞ്ഞോണ്ടിരുന്നല്ലേ, കണ്ടിന്യൂ ചെയ്. അതൊരു ലോങ് ട്രെയിൻ ചെയ്യാനില്ല, ഷോർട്ട് സ്റ്റോറിയാ. കേൾക്കാൻ വലിയ രസമൊന്നുമില്ല, കാണാൻ അടിപൊളിയായിരിക്കും. ഏയ്, എപ്പോഴാ വന്നേ നീ? നൈറ്റ് 12 മണിക്ക് തന്നെ വന്നു. അവള് കിടന്നുറങ്ങി. നല്ല കുട്ടി. എന്താ ഫോൺ വിളിച്ചെടുക്കാൻ പറ്റത്തില്ലേ? അവിടെ എന്ത് മല വലിക്കുന്ന പണിയുണ്ടായിട്ടാ? എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? നിനക്കെന്താ വേണ്ടേ? നിങ്ങളെ എന്നെ വിളിച്ചത്? ശരി, വെച്ചിട്ട് പോടാ. ശരി, ആ ജെനിയോട് വരാൻ പറ. അതിനോട് ലീവ് എടുത്തിരിക്കല്ലേ? എന്നാ ജയ്യോട് എങ്ങനെ വരാൻ പറ. ഇവള് ലീവ് എടുത്തോണ്ട് അവന് ലീവ് എടുത്തിരിക്കുക. ഓ ഈശ്വരാ, അപ്പൊ വർഷ എവിടെ? അവള് റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് പോയില്ലേ? ഇതെന്താ എല്ലാ കാര്യവും മറന്നുപോയോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും കൂടി ഭ്രാന്തി കയറ്റി എന്നെ ഒരു ബോധമില്ലാത്തവനാക്കി. അതെ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒരു മെയിൽ അയച്ചിരുന്നു. പ്രോജക്റ്റ് ആണോ? അല്ല, എന്റെ ലീവ് ലെറ്ററാ. എല്ലാവരും ലീവ് എടുത്ത് പൊക്കോ. ഞാൻ മാത്രം തനിച്ചൊരു പൊട്ടനെ പോലെ ഇരുന്ന് മണി അടിച്ചോണ്ടിരുന്നോളാം. ആ, ഞാനാ. മണി എടുത്തോണ്ടോ? ഫയൽ എടുത്തോണ്ട് വാടാ. ഭ്രാന്ത് കേട്ടല്ലേ? എടി, ഇവിടെ ഇനി കഥ കുറക്കാനായിട്ട് ഒരുത്തിന് സെറ്റാക്കണല്ലോ. ആരാ, മനസ്സിലായില്ലേ? ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാ. നിങ്ങൾ ജയല്ലേ? അതെ, വാ. സാർ, നിങ്ങൾ ഹൗസ് ഓണറാണോ? കണ്ടിട്ട് എന്താ തോന്നുന്നു? കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞ? വിജയ്. അതല്ലേ പുറത്ത് വെച്ച് പറഞ്ഞ ചെയ്യുന്നത്. നിങ്ങളുടെ വൈഫിന്റെ പേര് പറഞ്ഞേ? വർഷ. താങ്ക്സ്. ജെനി. സാർ, നിങ്ങളുടെ സിസ്റ്റർ ആണോ? സിസ്റ്റർ ആണ്. സിസ്റ്റർ അല്ല, ആക്ച്വലി ഇതെന്റെ സിസ്റ്ററും ഇതെന്റെ വൈഫാണ്. അല്ല, അങ്ങനല്ലേ സാർ? സാർ, അപ്പൊ ഇതാരാണ് സാർ? സാർ, എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫാണ്. ഇവർ രണ്ടും എനിക്ക് സിസ്റ്ററെ പോലെ, ഇവരുടെ ഹസ്ബൻഡാണ് ഞാൻ. സാർ, എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റുമോ ഇത് ആരുടെ വൈഫാണെന്ന്? ഇവിടെ ആകെ 3 പേരിലുള്ളൂ, എന്നിട്ട് മനസ്സിലായില്ല. ശരി, ഞാൻ ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞോളൂ സാർ. എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫ്. ഇവർ രണ്ടൊരു സിസ്റ്റർ ആണ്, ഇവളുടെ ഹസ്ബൻഡാണ് ഞാൻ. സാറേ, എന്നെ വെറുതെ കൺഫ്യൂഷൻ ആക്കല്ലേ സാറേ. ഒന്ന് നിർത്തി പറയൂ സാർ. അവസാനമായിട്ട് ഒരു തവണ ഞാൻ പറയാം, അത് മര്യാദയ്ക്ക് നോട്ട് ചെയ്തോ. ഇനി ഞാൻ പറയില്ല, ഓക്കെ? എന്റെ പേര് ജയ്, ഇതെന്റെ വൈഫാണ്. രണ്ടൊരു സിസ്റ്റർ പോലെയാണ്, ഇവളുടെ ഹസ്ബൻഡാണ് ഞാൻ. സാർ, ഇതാണോ സാറേ പതുക്കെ? ഇനി ഒരു പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. ഇത് വൈഫ് സാർ, രണ്ട് സിസ്റ്റർ, ഞാൻ ഹസ്ബൻഡ്. സാർ, ഞാനൊരു ഓഫീസറാ. രണ്ടുപേരിൽ ആരാണ് ഭാര്യ എന്ന് കറക്റ്റ് ആയിട്ട് പറ സാറേ. ഇവര് രണ്ടുപേരും എന്റെ വൈഫല്ല, എനിക്കൊരു ബന്ധമില്ല. താനൊന്ന് ഇറങ്ങി പോയി, ഒന്നുമില്ല. ചെല്. അല്ല, ഏയ്, ഇത് നീട്ടുന്ന റിങ് തന്നെയല്ലടാ? അതെ. അപ്പൊ പിന്നെ ഇങ്ങനെ വൈഫല്ലാന്ന് പറഞ്ഞേ? അല്ല, നീ തന്നെ എന്റെ വൈഫ്. ഓ, അപ്പൊ അവള് വൈഫാണ്, ഞാൻ നീ തന്നെയാ? ഞാനോ? നീയാ വൈഫ്. രണ്ടുപേരും വൈഫല്ല, ഒന്ന് മാറി. അയ്യോ, എന്തുവാണ് അച്ഛനെ എന്റെ പേരെടുത്ത് കുടിച്ചിട്ട് പോകുന്നത്? എന്തോന്ന് എന്റെ നിന്റെ എന്നൊക്കെ? ഇത് ഏതാ സ്ഥലം അറിയോ? എവിടെയാടാ ഇത്? ഏതാ സ്ഥലം അറിയോന്ന്? നീ പറഞ്ഞാലേ അറിയാൻ പറ്റൂ. നല്ല സുഖം കിട്ടുന്ന സ്ഥലമാണിത്. എന്താടാ ശവക്കോട്ടെ പാടേണ്ട പാട്ടൊക്കെ ഇവിടെയാണോ പാടുന്നേ? അവിടെ തീരുന്നവര് പോവും, ഇവിടെ കുടിക്കുന്നവര് വരും. എന്താടാ വിദ്യാഭ്യാസമുള്ള ചെറുക്കനെ പോലെ സംസാരിക്കുന്നേ? എനിക്ക് നല്ല വിദ്യാഭ്യാസം മുത്തശ്ശ. മോനെ ഫീൽ ചെയ്യാതടാ. അങ്ങോട്ട് വാ. നിന്റെ വിഷമം എന്താണെന്ന് എന്നോട് പറയടാ. മതി. അല്ല, എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടാനായിട്ട് ഈ ആമ്പിള്ളേരെ തന്നെ നോക്കുന്നത് എന്തിനാ? ഞങ്ങളെ പരിഗണിക്കേ. ബോയ്സിന്റെ ഫീലിംഗ് ഒരു ബോയ്സിനല്ലേ മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളെ പെണ്ണുങ്ങളായിട്ട് എന്തിനാ കാണുന്നത്? അളിയന്മാരായിട്ട് കരുതിയാ പോരെ? ഓടാ കേളവാ. അയ്യോ അയ്യോ അമ്മേ. എനിക്കൊരുത്തിയോട്
ആശധ്വനി അത് മനസ്സിലിപ്പോ കേറിപ്പോയി. ആ വേൾഡ് കുഴപ്പമില്ല, ഈ പെണ്ണിൻ മനസ്സ് താങ്ങുലടാ. ഈ പ്രേമപ്പൂവ് ഇന്ന് എന്നെ മറന്നല്ലോ, എൻ ഹാർട്ടിൽ അവൾ നോവ് നൽകിപ്പോയല്ലോ. എന്നിലൊന്ന് കനിയില്ലേ നീ പൊന്മണി, എന്നെ വിട്ടു വിട്ടു പോകല്ലേ നീ കൺമണി. ഈ പ്രേമപ്പൂവ് ഇന്ന് എന്നെ മറന്നല്ലോ, എൻ ഹാർട്ടിൽ അവൾ നോവ് നൽകിപ്പോയല്ലോ. എന്നിലൊന്ന് കനിയില്ലേ നീ പൊന്മണി, എന്നെ വിട്ടു വിട്ടു പോകല്ലേ നീ കൺമണി. പ്രേമച്ചെണ്ടുമായി മനസ്സിൽ പുത്തിങ്കളായി മിന്നിച്ചിടും താരമായി നേരമിതാ കണ്ണേ പൊന്മണി. ഉയിരിൽ നെല്ലത്തോടും വണ്ണക്കൊടി കൺമണി, അതിലായി നീന്തിനി കനവിലും തേടുന്ന സ്വപ്നക്കൊടി. നിന്മാറില ചേരുന്ന കാവലം ഞാനേ, ഇത് ആരോടും പറയാത്ത ദിവ്യ സ്വപ്നമോ. ഫസ്റ്റ് മാസാണല്ലോ ലാസ്റ്റ് ലുസാണല്ലോ, ഇത് കനവിലും തേടുന്ന സ്വപ്നക്കൊടി. നിന്മാറില ചേരുന്ന കാവലം ഞാനേ, ഇത് ആരോടും പറയാത്ത ദിവ്യ സ്വപ്നമോ. ഫസ്റ്റ് മാസാണല്ലോ ലാസ്റ്റ് ലുസാണല്ലോ പ്രണയമോ. സുന്ദരിയേ കണ്ടോ നീ ഇത് ആരോ പോലെ പ്രേമം നിൽക്കില്ല, മാറിൽ ഇനിമേലിൽ തൊട്ടിടാൻ. എടിയാരോ നിന്നെ ചുറ്റിക്കറക്കിടാൻ, മോഹ വഴികളിൽ പോയിടാൻ. എടി പ്രേമക്കഥ ഇതു നീ തരൂ, താങ്ങാനാവില്ല വരൂ എന്റെ പ്രാണസഖി. മനമാട്ടവും പാട്ടുമായി ഒന്നായി ചേരാൻ. മാറില ചേരുന്ന കാവലം ഞാനേ, ഇത് ആരോടും പറയാത്ത ദിവ്യ സ്വപ്നമോ. നിന്മാറില ചേരുന്ന കാവലം ഞാനേ, ഫസ്റ്റ് മാസാണല്ലോ ലാസ്റ്റ് ലൂസാണല്ലോ. നിന്മാറില ചേരുന്ന കാവലം ഞാനേ, ഇത് ആരോടും പറയാത്ത ദിവ്യ സ്വപ്നമോ. നിന്മാറില ചേരുന്ന കാവലം ഞാനേ, ഫസ്റ്റ് മാസാണല്ലോ ലാസ്റ്റ് ലൂസാണല്ലോ പ്രണയമോ. ഹായ് ബേബി, ഇതും കൂടി ഒന്ന് വാഷ് ചെയ്തേക്കോ. എന്ത് പറഞ്ഞാലും ഷെയറിങ് ഷെയറിങ്. എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാ അപ്പൊ അവള് പ്രഗ്നന്റ് ആണെന്ന് പറയും. അവൾ അങ്ങനെ പറഞ്ഞ ഇന്ന് ശരിയാക്കി തരാം. എടി എവിടെ വർഷേ പുറത്തേക്ക് വന്നേ. എന്താ ജയ്? എല്ലാം ഷെയർ ആണെന്നല്ലേ പറയാറ്, എന്നിട്ട് അടുക്കളത്തെ പണിയൊന്നും നോക്കാൻ പറ്റില്ലേ? ഇങ്ങനെ റൂമിൽ പോയിരുന്ന അങ്ങനെ വന്ന് നിന്നെ പണിയെടുത്തേ. എന്നോടാണോടെ ജോലി ചെയ്യാൻ പറയുന്നത്? ജനിക്കുന്ന കുഞ്ഞും നിന്നെ ചീത്ത പറയില്ലേ? സോറി ബേബി. എന്തായി? അല്ല, ഇപ്പൊ നമ്മൾ എന്ത് സംസാരിച്ചാലും വയറ്റിലുള്ള കുഞ്ഞും കേൾക്കില്ലേ? അത് നീ പറയുന്നിട്ട് അവളോടെങ്ങാനും പണിയെടുക്കാൻ പറഞ്ഞു വിചാരിക്കും. നാളെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് തന്നെ ചീത്ത പറയില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാവടി. എന്ത് ഈ പ്ലേറ്റ് ഒന്നും കഴുകാതെ ഇങ്ങനെ നിൽക്കുന്നേ? ഓ എടി, എനിക്കൊരു ബോധമില്ലേ? സൂക്ഷിച്ചു നടന്നോണ്ട്. എന്താ ഭയങ്കര സ്നേഹമാണല്ലോ. അവളാരോ ഞാനാരോ, ഇതെല്ലാം കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതാ. ഞാൻ ആരോ ആണെന്നോ? ഈ കുഞ്ഞിന് ഞാനാണ് അമ്മ, നീയാണ് അച്ഛൻ, ജെനി വല്യമ്മ. വല്യമ്മയാണോ? എന്നാ ചെറിയമ്മ എന്ന് പറഞ്ഞു. പോയിസൺ തന്ന് കൊന്നു കളഞ്ഞ. അപ്പൊ പൂജപ്പുര ജയിലിൽ പോയി കിടക്കാം. സ്റ്റുപ്പിഡ്. ജെനി, നീ വർഷ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നേ. വർഷ ഇപ്പൊ എവിടെയാണോ എന്തോ. ഇപ്പൊ നീ വർഷയുടെ കാര്യം സംസാരിക്കുന്നത്? അവളെ ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇപ്പൊ നീ വീടിനെ കുറിച്ച് സംസാരിച്ചില്ല, നാളെ നീ വീടിനെ കുറിച്ച് സംസാരിച്ചാൽ കൊന്നു ഞാൻ. എടാ, ഞാനതിന് വീടിന്റെ കാര്യം
ഞാനിത് പറഞ്ഞോ? അവൾ മിണ്ടരുന്ന് പറഞ്ഞ മിണ്ടരുത്. ഞാൻ മിണ്ടില്ലല്ലോ. Back fellow. ഭ്രാന്തൻ, Fool. പൊട്ടൻ, Idiot. വെളിവില്ലാത്തവൻ. നിന്നെപ്പോലൊരു യൂസേഴ്സിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത് തന്നെ. ഇത്രയ്ക്ക് ദേഷ്യപ്പെടാനും മാത്രം ഞാനതിന് എന്താണോ പറഞ്ഞേ? രണ്ടുപേർക്കും എന്ത് പറ്റി? എന്തോ ചെയ്ത് നാറുന്നുണ്ട്. ഇന്ന് എന്താണ് സ്പെഷ്യല്? കുഞ്ഞെന്ന് പറഞ്ഞ് അവള് വല്ലാത്ത സീൻ കാണിക്കാണല്ലോ. നീ ആണെങ്കിൽ അതിനെല്ലാം താങ്ങുകയും ചെയ്യുന്നുണ്ട്. അതെന്താ അവക്ക് മാത്രമേ പാടുള്ളൂ? ഞാനും ഡിസൈഡ് ചെയ്തു. ട്വിൻസ്. ഇന്നത്തെ ഈ മാച്ചോട് കൂടി അവൾ ഔട്ടാവണം. പോയി കഥ തുറക്ക്. നിനക്ക് പോയി തുറന്നൂടെ? ഒന്ന് പോയി തുറക്ക്. നീ പോയി തുറക്ക്. നീ ഒന്ന് പോയി തുറക്ക്. നീയല്ലേ എന്റെ മടി കിടക്കുന്നേ? പോയി തുറക്ക്. എന്നാ നീ എന്നെ മടി കയറി എന്നിട്ട് പിന്നെ പോയി തുറന്നോളൂ. അയ്യോ, എന്ത്? Hey, hi. Hi Jenny, how are you? Hi, I'm good. This is my latest girlfriend Sanki. Oh, hi. ബൂയാക്ക. Imported from Shankistan. വാ. ജയ് എവിടെ? എഴുന്നേറ്റോ എന്തോ? ഡാർലിംഗ്, ഈ സമയത്ത് ഇവന് എഴുന്നേക്കില്ലേ? സാധാരണ ഉച്ചയാവാതെ എഴുന്നേക്കാറില്ല, അതുകൊണ്ട് വാ. ചോദിച്ചതാ. ഓ ഡാർലിംഗ്, പിന്നെ ഇരിക്ക്. ഇതാണ് കൂസു. കുസു. അതാണ് അവളുടെ ലാംഗ്വേജ്. അതൊക്കെ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കാം. എനിക്ക് പിന്നെ കോഫി നീ തന്നെ എടുത്തിട്ട് പോയോ? ഓ, ഡോറിന്റെ മേലെ ഒട്ടിച്ച ബോർഡ് നോക്കടാ. അയ്യോ, ഇത് എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നല്ലോ. താനു. ഇവിടെ എന്തൊക്കെയാടാ ഈ നടക്കുന്നേ? ഒന്നുമില്ല, വെറുതെ ജോളിയായിട്ട് തന്നെ. വെങ്കി വന്നിരിക്കുന്നു, എന്റെ കൂടെ സംഖ്യ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങളാണെങ്കിലോ ഒരുമാതിരി കാറ്റ് പോലെ പറന്നെങ്ങോട്ട് പോയി നിൽക്കുന്നു. നീ അതവിടെ വെച്ചിട്ട് പൊക്കോടാ. എടാ, നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾ ആണെന്നും പറഞ്ഞിട്ടാ ഫസ്റ്റ് ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ വന്ന് വാങ്ങിട്ട് പോടാ. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? നീ വിളിച്ചുകൊണ്ട് നിന്റെ ഇൻവിറ്റേഷൻ വാങ്ങിട്ട് വന്നതാടാ. 5 o'clock ഫംഗ്ഷൻ. ഞങ്ങൾ രണ്ടുപേരും കൃത്യസമയത്ത് എത്തിയേക്കാം. എന്നാ പിന്നെ നീ ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കില്ലേ? അപ്പൊ നീ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യണം. അങ്ങനെ തന്നെ വിചാരിച്ചു. നീ ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ നോക്കി. അത് നീ ഇങ്ങനെ ആടി പറയുന്നത്? ഇത് ആടി മാസമല്ല, ആവണി മാസം നീ ആണി അടിച്ചോണ്ട് പറയും. ഞാൻ ഒരു ചെളി അടിക്കുമ്പോൾ നീ ചെളി വാരി എറിയാൻ നിൽക്കണം. നീ പോയി ബാക്കിയുള്ള ഇൻവിറ്റേഷൻ കൊടുച്ചല്ലേ. കൈവിട്ട് പോയിട്ടില്ല. അല്ല, അമേരിക്കയിൽ നിന്ന് നീ എപ്പോഴാ? ഇതെന്താ സംഭവം? ഫുൾ മീൽസോ? ഓ, ഷെഫാ. ഓ, ഇതായിരുന്നല്ലേ ഇന്നലെ രണ്ടും കൂടി എന്റെ ചെവി പൊട്ടുന്ന രീതിയിൽ ചീത്ത വിളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ലിവിങ് ടുഗദർ, നിങ്ങൾ ടുഗദർ ലിവിങ്. വാട്ട് ആൻ ഹൗസ്, ത്രീസം ലൈഫ്. വൃത്തിയോട് പറയല്ലേ. ഓഹോ, പറഞ്ഞാ വൃത്തികേട്, പക്ഷെ ചെയ്യുന്നതൊക്കെ. കാലിപ്പോനമ്പോ സോലിജെ സോഡാച്ചാ സോബാച്ച കാബുബോ പൈസാജാ. മൊച്ചക്കൊലി പൂ, കൊച്ചക്കൊലി കൂ. ഇപ്പൊ അവളെന്താ പറഞ്ഞ? നീ തിരിച്ചെന്താ പറഞ്ഞ? ആദ്യം ഇവൾ ആരാണെന്ന് ചോദിച്ചു, പിന്നെ അവൾ ആരാണെന്ന്. ഇത് ബിഗ് ഹൗസ് എന്ന് പറഞ്ഞു, അത് സ്മോൾ ഹൗസ് എന്ന് ഡീസന്റ് ആയിട്ട് പറഞ്ഞു. ആക്ച്വലി എന്നെ കുറിച്ച് പരമാവധി കുറ്റം പറഞ്ഞല്ലോ. അല്ല മച്ചാനെ, നിനക്ക് എങ്ങനെ ഈ ലാംഗ്വേജ് മനസ്സിലായി? കുറ്റം പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് ലാംഗ്വേജ് അറിയുന്നത്. കണ്ണി നോക്കി അറിഞ്ഞുകൂടാ. നീ അവളെ ദൈവം ഇതൊന്ന് കൂട്ടിക്കൊണ്ട് പോയി. കൊച്ചക്കൊലി ഗു ഗു. ആയില്ലേ മച്ചാക്ക? മൊച്ചക്കൊലി. സാരമില്ല, കണ്ടിക്കൊണ്ട് പറയുന്നിട്ട് നമ്മൾ എന്തിനാ? നമുക്ക് എന്തു പറ്റി സഹോ? നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വെങ്കി അറിഞ്ഞില്ലേ? ഇനി എങ്ങനെ ഓഫീസിൽ പോവും? സഹോ, ഇനി നമ്മൾ 3 പേരും ഒരു ബെഡ്റൂമിലാ. താങ്ക്സ് ഫോർ യുവർ ഡിഷ്. പ്രഗ്നന്റ് ആണെന്ന് വിചാരിച്ചപ്പോ നീ എന്താടി ഓവറായിട്ട് കാണിക്കുന്നേ? കല്യാണത്തിന് ശേഷം ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. പക്ഷെ നീ എന്നെ ചീറ്റ് ചെയ്തില്ലേ? ഫ്രോഡ്, കേപ്പ് മാരി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്?
നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ നിസാര കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? ഇത് ചെറിയ കാര്യമാണോ? ഇതാണോ ചെറിയ കാര്യം? ആവേശത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. പിന്നീട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അച്ഛൻ എവിടെന്ന് ചോദിച്ചാ വല്യമ്മ കൊന്നു കളഞ്ഞൊന്ന് പറയാൻ പറ്റോ? എന്തടി നീ ഓവർ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനപ്പുറം I just can't take it anymore. Just ask her to get out of my house. ഈ അവസ്ഥയിൽ നമ്മൾ ഇവിടുന്ന് എവിടെ പോവാനാ? അപ്പൊ എന്നെക്കാളും അവളാണല്ലേ വലുത്? രണ്ടുപേരും എനിക്ക് പ്രധാന. ഇപ്പൊ എന്താ അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ. അറിയാതെ പറഞ്ഞതല്ല, നിന്റെ മനസ്സിലുള്ളത് പുറത്തു വന്നതാ. ഇപ്പോഴെനിക്ക് മനസ്സിലായി, നീ ഇവളെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണല്ലേ. ഞാനൊരു മണ്ടി, നിന്റെ ഡ്രാമയൊക്കെ ഞാൻ വിശ്വസിച്ചിരിക്കായിരുന്നു. നീ വെറുതെ ആവശ്യമില്ലാത്ത ആലോചിച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ദിസ് ഇസ് അവർ ലാസ്റ്റ് നൈറ്റ് ടുഗദർ. ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇവള് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നൗ യു ഡിസൈഡ്, ഞാൻ വേണോ ഇവള് വേണോന്ന്. എപ്പോഴേ ഡൈവോഴ്സ് ചെയ്യേണ്ടതായിരുന്നു. അത് മിക്കവാറും നാളെ നടക്കും. ജെനി ഒരു മിനിറ്റ്. ജെനി നിക്ക്. വന്നു തീയായി നെഞ്ചിൽ മനസ്സിൽ നിറയെ തീയായി വന്നു. വന്നു തീയായി നെഞ്ചിൽ മനസ്സിൽ നിറയെ തീയായി വന്നു. വന്നു നെഞ്ചിൽ പെണ്ണായി മനസ്സിനുള്ളിൽ താരകമായോ. നെഞ്ചിൽ താളം തട്ടും മനമേ നീ എൻ മനമായി വരുമോ. ഒറ്റക്കല്ലാലെ രണ്ടു മാങ്ങ മോഹം കൊണ്ടാൽ കല്ലും മിസ്സായി ഗതി മാറി വഴി മാറി തടയായി. നിന്റെ മോഹം കണ്ടാൽ വന്ന വഴി മാറും മാറും. എന്നീ നേരം വന്നീ നേരം ചെന്നീ നേരം നിന്റെ നേരം. മൊഴിഞ്ഞിടുമോ എന്റെ മനസ്സിൽ, മൊഴിഞ്ഞിടുമോ നിന്റെ ഹൃദയം, മൊഴിഞ്ഞിടുമോ നിന്റെ ഹൃദയം, മൊഴിഞ്ഞിടുമോ മൊഴിഞ്ഞിടുമോ മൊഴിഞ്ഞിടുമോ. Bro, Sir? one more beer. സോറി സാർ, ബാർ ടൈം കഴിഞ്ഞു. Just one beer. പറ്റില്ല, ബാർ ക്ലോസ് ചെയ്തു. കണ്ണിൽ കുളിർമയേകി പെണ്ണെ എന്തിനു വേണം തൊല്ലെ. ടേക്ക് ഇറ്റ് വൺ സിമ്പിൾ വൺ എപ്പോഴും ഫ്ലോപ്പ് ആകില്ല. മനസ്സിലെ തുടിപ്പ് കേട്ട് കേട്ട് ഓട് ഓട് നീ ഓട്. തേനെ നീയല്ലോ ഇത്. മനസ്സിലെ തുടിപ്പിൽ എന്തൊക്കെയായാലും ഞാൻ ഈ വീട് വിട്ട് വരില്ല. ഓടാ നീ എന്നും രാജാവാകില്ല. രണ്ട് ഫിഗർ നീ വന്നോ നീ. അയ്യോ മനസ്സിൻ മിന്നൽ കേൾക്കാൻ നീ വന്നില്ല. അയ്യോ ഇനി ജീവിതമാകെ തലയിൽ കൊട്ട്. മനസ്സാലെ തൊടുപിടി ചാഞ്ചാട്ടം, എന്നാലും മനസ്സിന്റെ ചാഞ്ചാട്ടം. വന്നു നീ ഹൃദയം തകരാനായി. വന്നോളൂ ഇന്നോ എങ്ങോളം. മാം, മാമിന്റെ ടിക്കറ്റ് പാസ്പോർട്ടും. വന്നോളൂ മനസ്സിൻ ചാഞ്ചാട്ടം. ഹാപ്പി ജേണി മാം. ദൂരം നിന്റെ ജനം എന്റെ ജനം. കണ്ടാൽ സന്തോഷമേ എന്നെ എല്ലാമെല്ലാം കണ്ടാൽ സന്തോഷമേ. അതിലെന്നെ കാണാൻ എന്നും ഞാനും വന്നേ. പോലീസ് എന്നും എന്നും നമ്മെ കാത്തിടുമേ. എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നേ? ജെടി, ഞാനും ജെനിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞവരെ അറിയാമല്ലോ. അത് നാട്ടില് മൊത്തം അറിയുന്നതല്ലേ. ആർക്കും അറിയാത്ത വേറൊരു സീക്രട്ട് ഉണ്ട് ജെടി. നീ പറയടാ. നമ്മുടെ ഓഫീസിലെ വർഷയില്ലേ, എന്തോ നാടാ ഇത്? ജെടി, ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യാ? എനിക്ക് വൈഫിനെ വീട്ടിലെ പരിപാടിയൊന്നുമില്ല. അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഇനി ഒരു ബീറും കൂടി കിട്ടോ? കുടിക്കാം, പക്ഷെ രാവിലെ സ്വന്തം ഷഡ്ഡി അന്വേഷിച്ച് നടക്കുന്ന രീതി കുടിക്കരുത്. അപ്പൊ ഇതുപോലെ കണ്ട പെണ്ണുങ്ങൾ വീട്ടിൽ കയറും. ഓക്കെ ജെടി, ഇറങ്ങാം. വെരി ബ്യൂട്ടിഫുൾ അഡ്വൈസ്. ഇതൊക്കെ എന്ത് തണുപ്പ് വേഗം എടുത്ത് കുടിക്കാൻ. അയ്യോ,
ഏയ് നീ എവിടെ പോവാ? പേടിക്കൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യൊന്നുമില്ല. ഞാൻ US പോവാ. ഏയ് വെറുതെ കളിക്കല്ല നീ. ഞാൻ നിന്നോട് പറഞ്ഞ ഡെഡ് ലൈൻ കഴിഞ്ഞു. അവൾ ഇപ്പോഴും എവിടെയുണ്ട്? അപ്പൊ ഞാനല്ലേ പോണ്ടത്? ഓക്കെ, യു ബി വിത്ത് ഹർ ഹാപ്പിലി. എന്നെ പറ്റി ആലോചിക്കണ്ട. I'll take care of myself. ജെനി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. Then ask her to get out. മതി ഇവിടെ നിന്ന് സൂചിച്ചത്. എഴുതിട്ട് വന്നേ. വാടി, മര്യാദയ്ക്ക് പുറത്തു വന്ന് നോക്കിയേ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എവിടെ പോവാനാ? നീ എവിടെയെങ്കിലും പോ. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നോ? മറന്നിട്ടില്ലടി, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് ബീർ തന്നു, എന്നിട്ട് എന്നെ കൂടെ കൊണ്ട് കിടത്തി. ഒരു പയ്യനെ കൂടെ കൊണ്ട് കിടത്തി, പിന്നെ എന്താടി ചെയ്യുക? ഞാനൊരാണല്ലേ? ഞാനെന്താ തന്നെ റേപ്പ് ചെയ്തോ? ഒരു കല്യാണം കഴിഞ്ഞ പയ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നല്ല പെങ്കൊച്ച് എന്താ ചെയ്യുക? അതൊന്നും ആലോചിക്കാതെ നിന്റെ പെട്ടി കിടക്കിടത്തുണ്ടെന്ന് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നതിനാ? ഏത് ഭാര്യയുടെ വേറൊരു പെണ്ണിനെ വീട്ടിൽ നിർത്താൻ സമ്മതിക്കുക? ഓട്ടെ പൊട്ടാന്ന് വിചാരിച്ചപ്പോൾ ഓരോ ദിവസം തലേ കയറി നിറങ്ങാണല്ലോ നീ. എന്നൊക്കെ എനിക്ക് ജനിയെ മാത്രം മതി, അവള് മാത്രമേ വീട്ടിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നീ ഇവിടെ ഉണ്ടാവരുത്. നീ പോയേ, നിന്നോട് പോവാനല്ല. നീ അത് മാറി നിൽക്ക ജനി. ഏറിപ്പോയി അവൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കും, കോർട്ട് കൊണ്ട് നിർത്തും. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാ. എന്നൊക്കെ ഒരു സെക്കൻഡ് നീ ഇനി വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇറങ്ങി പോയിടി. നടക്ക. വരാനല്ല പോയേ. ഓ ജെ, വർഷയുടെ അടുത്ത് നീ ഭയങ്കര റൂഡായിട്ടാ ബിഹേവ് ചെയ്തേ. സീരിയസ് ആയിട്ടാ ഞാൻ പറഞ്ഞേ. അവളെ കുറിച്ച് ഓർക്കുമ്പോ പാവം തോന്നാ. നിനക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. Can I ask you something? ഫ്രാങ്ക് ആയിട്ട് ഉത്തരം പറയണം. നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ വർഷം നിന്നെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ നീ അവളെയല്ലേ കല്യാണം കഴിക്കാറുന്നുള്ളൂ? മേ ബി. പക്ഷെ നീ എന്റെ ലൈഫിൽ വന്നതിന് ശേഷം വേറെ ഒരു പെണ്ണിനും ആ സ്ഥാനമില്ല. അത്രമാത്രം ഐ ലവ് യു ബേബി. ജെനി, ജെനി. എന്താ ജെ, വീക്കിലി 2 days മീറ്റിംഗ് എന്ന് പറഞ്ഞ് ബോംബെക്ക് പോവാ. അവിടെ വേറെ ആരുമില്ലേ ഓഫീസിൽ? ഞാൻ വേറെ എന്ത് ചെയ്യാനാ? ജെഡിക്ക് എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ പോയേ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ. ഈ ഗ്ലാസ് നിനക്ക് നല്ല സ്മാർട്ട് ആയിട്ട് ചേരുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന പോലെ പറയുന്നുണ്ട്. പെട്ടെന്ന് വന്നേക്കേട്ടോ. ഓക്കെ, ബൈ. താങ്ക്സ് ഏട്ടാ. ഹായ്, ഹൗ ആർ യു? ഇവിടെ വാടി. എന്തു പറ്റി? എപ്പോഴും വന്ന് ഹഗ് ചെയ്ത് കിസ് ചെയ്യുന്ന ആളാണല്ലോ. ഇന്ന് അതൊന്നും കണ്ടില്ല. എന്താ പറ്റി? പിന്നെ വരുന്ന തന്നെ 2 ആഴ്ച കൂടുമ്പോഴാ, അതെല്ലാം 2 hours ലേറ്റ്. 2 hours ലേറ്റോ? ഞാൻ ചെയ്യുന്ന ഈ പരിപാടിക്ക് 20 hours ലേറ്റ് ആയാലും നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഞാൻ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ? അല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ഞാൻ ഇപ്പൊ തന്നെ പോയി ജെനിയെ ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് ഡിവോഴ്സ് ചെയ്ത് തിരിച്ചു വരട്ടെ? ഇപ്പൊ ഈ സെക്കൻഡ് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അല്ല, ഞാൻ വെറും വാക്ക് പറയാമെന്ന് വിചാരിക്കണ്ട. ഇപ്പൊ തന്നെ പോയേക്കാം. ഓക്കെ, നീ ഒന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വരും. എവിടെ? ഞാൻ പോയിട്ട് വരാം. അല്ല, നീ പറഞ്ഞ എല്ലാ ഡയലോഗും ഞാൻ കേട്ടു. ഇത്രയും നാൾ എന്നെ പറ്റിച്ചോണ്ട് ജീവിക്കായിരുന്നു അല്ലേ? ഫ്രോഡ്. ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ റെഡിയാടാ. എപ്പോ വേണമെന്ന് നീ പറഞ്ഞാ മതി.
റോസ്കൽ. ഒന്ന് വെയിറ്റ്, ഞാൻ പോയിട്ട് ഏയ്, എവിടെ പോകുന്നേ? എപ്പോഴും അവക്ക് മാത്രമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഞാൻ എന്താ വീട്ടിലെ സെർവന്റോ? എപ്പോഴും ഞാൻ തന്നു കൊടുത്താൽ മതിയോ? എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടി 5 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇനി മുതൽ ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ നീ പറഞ്ഞ പോലെ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വാ. എടാ, ഒരു ബിയർ കിട്ടോ? ലിക്കർ ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ലൈഫ്.